ഹലോ മക്കളെ, നമ്മൾ ഹാലോ ആൽക്കെയിൻസ്, ഹാലോ കോമ്പൗണ്ട്, ഹാലജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ടിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായിട്ട് അതിൻ്റെ പ്രിപ്പറേഷൻ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലേ. നമ്മളിപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ ഇടയിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു സ്റ്റീരിയോ കെമിസ്ട്രി, നമ്മൾ SN1 മെക്കാനിസവും SN2 മെക്കാനിസവും പറഞ്ഞപ്പോൾ ഇൻവേർഷൻ കോൺഫിഗറേഷൻ, റീടെൻഷൻ കോൺഫിഗറേഷൻ, റസമൈസേഷൻ എന്നൊക്കെ പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് പുതിയൊരു ക്ലാസ്സിൽ തന്നെ സ്റ്റീരിയോ കെമിസ്ട്രി എന്നുള്ള ഒരു ക്ലാസ് തന്നെ എടുക്കാം, അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്റ്റീരിയോ കെമിസ്ട്രിയെക്കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്നുള്ള രീതിയിൽ ഫിഷർ പ്രൊജക്ഷനും കോൺ ഇൻഗോൾഡ് ആൻഡ് പ്രലോഗ് റൂള് വെച്ചിട്ട് കോൺഫിഗറേഷൻ കണ്ടുപിടിക്കാനും, ആർ കോൺഫിഗറേഷനാണോ എസ് കോൺഫിഗറേഷനാണോ എന്നൊക്കെ കണ്ടുപിടിക്കാനും ഒക്കെ പഠിച്ചു. ഇന്ന് നമ്മൾ അതിനേക്കാൾ കുറച്ചും കൂടെ ആഴത്തിലേക്ക് പോവുകയാണ്. സ്റ്റീരിയോ കെമിസ്ട്രി, അതായത് നമ്മൾ ഐസോമർ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഐസോമർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ തൊട്ട് നമ്മൾ പഠിക്കുന്നതാണ്. സെയിം മോളിക്കുലാർ ഫോമുലയും ഡിഫറൻറ്റ് സ്ട്രക്ചറും അല്ലെങ്കിൽ ഡിഫറൻറ്റ് പ്രോപ്പർട്ടീസും ആണെങ്കിൽ ആ കോമ്പൗണ്ടുകളെ ഐസോമറുകളെന്നും ആ ഫിനോമിനനെ ഐസോമെറിസം എന്നും വിളിക്കുന്നു. ഐസോമെറിസം പ്രധാനമായിട്ടും രണ്ട് തരത്തിലുണ്ട്: സ്ട്രക്ചറൽ ഐസോമെറിസവും സ്റ്റീരിയോ ഐസോമെറിസവും. സ്ട്രക്ചറൽ ഐസോമെറിസം എന്താണെന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. നോക്കുക, സ്ട്രക്ചറൽ ഐസോമെറിസത്തെ പ്രധാനമായിട്ടും പിന്നെയും നാലായിട്ട് തിരിക്കുന്നു: ചെയിൻ ഐസോമെറിസം, ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമെറിസം, പൊസിഷൻ ഐസോമെറിസം, ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ന് പറയുന്നത് മെറ്റാമെറിസം ആണ്. ഇതാണ് സ്ട്രക്ചറൽ ഐസോമെറിസത്തിൽ പറയുന്നത്. ചെയിൻ ഐസോമെറിസം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴേക്കോ ഇത് പറഞ്ഞതാണ്, പലതവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. എന്നിരുന്നാലും ഇവിടെ ഒന്നും കൂടെ പറയുകയാണ്. ഇവിടെ മോളിക്കുലാർ ഫോമുല 4 കാർബൺ ആറ്റം 10 ഹൈഡ്രജൻ ആറ്റം അല്ലേ. 4 കാർബൺ ആറ്റവും 10 ഹൈഡ്രജൻ ആറ്റവും ആണ്. എന്നാൽ അടുത്ത ഒരു കോമ്പൗണ്ട് എടുക്കുകയാണ്, CH3 CH3 CH3. ഇവിടെയും 4 കാർബൺ ആറ്റം C4 ആണ്. 3 3 6 3 9 1 10 ഹൈഡ്രജൻ ആറ്റം C4H10 ആണ്. കാണുമ്പോഴേ നമുക്കറിയാം രണ്ടുപേരുടെയും മോളിക്കുലാർ ഫോമുല സെയിം ആണ്, പക്ഷേ സ്ട്രക്ചർ ഡിഫറൻ്റ് ആണ്. സെയിം മോളിക്കുലാർ ഫോമുലയും ഡിഫറൻറ്റ് സ്ട്രക്ചറും ഉള്ള കോമ്പൗണ്ടുകളെ വിളിക്കുന്നു സ്ട്രക്ചറൽ ഐസോമേഴ്സ് എന്ന്. അപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്നത് സ്ട്രക്ചറൽ ഐസോമറുകളാണ്. ദെൻ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇതൊരു ഓപ്പൺ ചെയിനായിട്ട് പോകുന്ന കോമ്പൗണ്ടാണ്. അതിൽ 4 കാർബണാറ്റം ഉണ്ട്. 4 കാർബണാറ്റവും ആ ചെയിനിൽ തന്നെ നിൽക്കുകയാണ്. എന്നാൽ ഈ കോമ്പൗണ്ട് കാണുമ്പോൾ നമുക്കറിയാം ഇതിനകത്ത് ബ്രാഞ്ചിങ് വന്നിട്ടുണ്ട്. 3 എണ്ണം സ്ട്രെയിറ്റ് ചെയിനായിട്ട് പോകുന്നു, 1 എണ്ണം ബ്രാഞ്ചിങ് ആയി. അപ്പോൾ ഇവിടെ ഇവരുടെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ സ്ട്രക്ചർ വ്യത്യാസപ്പെടാൻ കാരണം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ എ പർട്ടിക്കുലർ ചെയിൻ ഡിഫറൻ്റ് ആയതുകൊണ്ടല്ലേ. ഒരു ചെയിനിലുള്ള കാർബൺ ആറ്റത്തിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വന്നു. ഇങ്ങനെ ഉള്ള ഐസോമെറിസത്തെ വിളിക്കുന്നു ചെയിൻ ഐസോമെറിസം എന്ന്. ദെൻ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമെറിസം ആണ്. ഉദാഹരണത്തിന് CH3 CH2 CHO, CH3 CHOH CH3. ആദ്യത്തെ കോമ്പൗണ്ടിൽ 1 2 3 കാർബൺ ആറ്റം, 3 2 5 1 6 ഹൈഡ്രജൻ ആറ്റം, 1 ഓക്സിജൻ ആറ്റം. മോളിക്കുലാർ ഫോമുല C3H6O ആണ്. ഇവിടെ 1 2 3 കാർബൺ ആറ്റം, 3 3 6 2 8 ഹൈഡ്രജൻ ആറ്റം വരുന്നു അല്ലേ. അപ്പോൾ ഇതിലൊരു ചെറിയ മാറ്റം വരുത്താം. CO CH3 ആണ്. 1 2 3 കാർബൺ ആറ്റം, 3 3 6 ഹൈഡ്രജൻ ആറ്റം, 1 ഓക്സിജൻ ആറ്റം.
രണ്ടിടത്തെയും മോളിക്കുലാർ ഫോമുല സെയിം ആണ്. രണ്ടിടത്തെയും മെയിൻ ചെയിനിൽ 3 കാർബണാറ്റമാണ്. ഇവിടെയും 3 കാർബണാറ്റമാണ്, ഇവിടെയും 3 കാർബണാറ്റമാണ്. ചെയിനിലുള്ള കാർബണാറ്റത്തിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വന്നില്ല. അതുകൊണ്ട് ഇത് ചെയിൻ ഐസോമർ അല്ല. ദെൻ എന്ത് നോക്കണം? ഇവിടെയും മോളിക്കുലാർ ഫോമുല സെയിം ആണ്. ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് CHO ഗ്രൂപ്പാണ്. CHO ഗ്രൂപ്പാണെങ്കിൽ ആ കോമ്പൗണ്ട് ആൽഡിഹൈഡാണ്. ദാറ്റ് മീൻസ് ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ഫസ്റ്റ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ആൽഡിഹൈഡാണ്. എന്നാൽ ഇവിടെ CO ഗ്രൂപ്പിൻ്റെ 2 വാലൻസിയിൽ ആൽക്കൈൽ ഗ്രൂപ്പ് നിൽക്കുന്നു. അതുകൊണ്ട് അത് കീറ്റോണാണ്. അപ്പോൾ 2 കോമ്പൗണ്ടിൻ്റെയും മോളിക്കുലാർ ഫോമുല സെയിം ആണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറൻ്റ് ആണ്. സെയിം മോളിക്കുലാർ ഫോമുല, ഡിഫറൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ആ ഐസോമറിസത്തെ വിളിക്കുന്ന പേര് ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം. എന്താണ്? ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം. ഇതിപ്പോൾ നമ്മൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? ഐസോമറിസത്തിൻ്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനായ സ്ട്രക്ചറൽ ഐസോമറിസത്തെക്കുറിച്ചാണ് പറയുന്നത്. നെക്സ്റ്റ് പൊസിഷൻ ഐസോമറിസം. അത് നോക്കിക്കൊള്ളുക. CH3 CH2 CH2OH, CH3 CHOH CH3. ഫസ്റ്റ് കോമ്പൗണ്ടിൽ 1 2 3 കാർബൺ ആറ്റം, 3 2 5 2 7 1 8 ഹൈഡ്രജൻ ആറ്റം, 1 ഓക്സിജൻ ആറ്റം. ദെൻ 1 2 3 കാർബൺ ആറ്റം, 3 3 6 2 8 ഹൈഡ്രജൻ ആറ്റം, 1 ഓക്സിജൻ ആറ്റം. രണ്ടിടത്തെയും മോളിക്കുലാർ ഫോമുല എന്താണ്? സെയിം ആണ്. രണ്ടിടത്തും മെയിൻ ചെയിനിൽ 3 കാർബൺ ആറ്റം. ചെയിനിലുള്ള കാർബൺ ആറ്റത്തിൻ്റെ എണ്ണത്തിൽ വ്യത്യാസമില്ല. ചെയിൻ ഐസോമർ അല്ല. രണ്ടിടത്തെയും ഫങ്ഷണൽ ഗ്രൂപ്പ് OH ആണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസവും അല്ല. ദെൻ ഇവിടുത്തെ ചേഞ്ച് എന്താ? ഇവിടെ എന്തിനാ വ്യത്യാസം വന്നിരിക്കുന്നത്? രണ്ടിടത്തെയും ഫങ്ഷണൽ ഗ്രൂപ്പ് OH ഗ്രൂപ്പാണ്. ഇവിടെ OH അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് കാർബണിലാണ്. ബട്ട് ഇവിടെ OH അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഏത് കാർബണിലാണ്? സെക്കൻഡ് കാർബണിലാണ്. ദാറ്റ് മീൻസ് രണ്ടുപേരുടെയും മോളിക്കുലാർ ഫോമുല സെയിം ആണ്. ബട്ട് ദ പൊസിഷൻ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്, ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തു. ദാറ്റ് ഐസോമറിസം ഈസ് കോൾഡ് പൊസിഷൻ ഐസോമറിസം. അപ്പോൾ ചെയിൻ ഐസോമറിസം എന്ന് പറഞ്ഞാൽ ഓപ്പൺ ചെയിനായിട്ട് പോകുമ്പോൾ ആ ചെയിനിലുള്ള കാർബൺ ആറ്റത്തിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരണം. ദാറ്റ് ഈസ് ചെയിൻ ഐസോമറിസം. പൊസിഷൻ ഐസോമറിസം എന്ന് പറഞ്ഞാൽ രണ്ടിടത്തെയും ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം ആയിരിക്കണം. ബട്ട് അവരുടെ പൊസിഷൻ ഡിഫറൻ്റ് ആയിരിക്കണം. ഇനി എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം എന്ന് ചോദിച്ചാൽ കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം സെയിം ആയിരിക്കണം. ഓപ്പൺ ചെയിനിലുള്ള കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം സെയിം ആയിരിക്കണം. ബട്ട് ഫങ്ഷണൽ ഗ്രൂപ്പ് വ്യത്യാസമായിരിക്കണം. മോളിക്കുലാർ ഫോമുല സെയിം ആണ്. ബട്ട് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്തായിരിക്കണം? വ്യത്യാസമായിരിക്കണം. അതിനെ വിളിക്കുന്ന പേരാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം. അടുത്തയാണ് മെറ്റാമറിസം. മെറ്റാമറിസം എന്ന് പറഞ്ഞാൽ അതാ നോക്കിയേ, ഒരു ഫങ്ഷണൽ ഗ്രൂപ്പാണ് നമ്മുടെ CO ഫങ്ഷണൽ ഗ്രൂപ്പ്, കീറ്റോ ഗ്രൂപ്പ്. ഇവിടെ CH3 CH2 ഗ്രൂപ്പ്, ഈഥൈൽ ഗ്രൂപ്പ്. ഇവിടെയും ഒരു CH2 CH3 ഗ്രൂപ്പ്. 2 ആൽക്കൈൽ ഗ്രൂപ്പും സെയിം ആണ്. 2 ആൽക്കൈൽ ഗ്രൂപ്പിലും 2 കാർബൺ ആറ്റം വീതമാണ്. എന്നാൽ CH3 C ഡബിൾ ബോണ്ടോ CH2 CH2 CH3. ശരിക്കും പറഞ്ഞാൽ ഈ മെറ്റാമർസോ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ പൊസിഷൻ ഐസോമർ തന്നെയാണ്. പൊസിഷൻ ഐസോമർ തന്നെയാണ് മെറ്റാമർസോ എന്ന് പറയുന്നത്. എന്താ നോക്കിയേ, CO ഗ്രൂപ്പിൻ്റെ രണ്ടും സെയിം ഫങ്ഷണൽ ഗ്രൂപ്പാണ്. മെയിൻ ചെയിനിലുള്ള കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം സെയിം ആണ്. 1 2 3 4 5 കാർബൺ ആറ്റം C5 ആണ്. 3 2 5 2 7 3 10 ഹൈഡ്രജൻ ആറ്റം. ഇവിടെ ഒരു ഓക്സിജൻ ആറ്റം. ഇതാണ് കോമ്പൗണ്ടിൻ്റെ മോളിക്കുലാർ ഫോമുല. രണ്ടാമത്തെ കേസിൽ 1 2 3 4 5 കാർബൺ ആറ്റം, 3 2 5 2 7 3 10 ഹൈഡ്രജൻ ആറ്റം, ഒരു ഓക്സിജൻ ആറ്റം. രണ്ടിൻ്റെയും മോളിക്കുലാർ ഫോമുല എന്താണ്? സെയിം ആണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം ആണ്. വേണമെങ്കിൽ ഇതിനെ നമുക്ക് പറയാം, ഇവിടെ മൂന്നാമത്തെ കാർബണാണ് CO ആയിരിക്കുന്നത്, ഇത് രണ്ടാമത്തെ കാർബണാണ് CO ആയിരിക്കുന്നത്.
ശരിക്കും ഇതൊരു പൊസിഷൻ ഐസോമറിസം തന്നെയാണ്, ഐസോമർ തന്നെയാണ്. പക്ഷേ വേറൊരു കണ്ടീഷൻ പറയുകയാണെങ്കിൽ CO ഗ്രൂപ്പിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള ആൽക്കൈൽ ഗ്രൂപ്പ് സെയിം ആണ്. ബട്ട് ഇവിടെ CO ഗ്രൂപ്പിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആൽക്കൈൽ ഗ്രൂപ്പ് ഡിഫർ ചെയ്യുക. അങ്ങനത്തെ ഐസോമറിസത്തെ വിളിക്കുന്ന പേര് മെറ്റാമറിസം. ഐസോമറിസം arises due to the difference in the alkyl group present on both side of the functional group. ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ രണ്ട് സൈഡിലും ആൽക്കൈൽ ഗ്രൂപ്പ് ചേഞ്ച് ആയിട്ട് വന്നാൽ ദാറ്റ് ഐസോമേഴ്സ് ആർ കോൾഡ് മെറ്റാമറിസം. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും സ്ട്രക്ചറൽ ഐസോമറുകളാണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാൻ പോകുന്ന നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കായ സ്റ്റീരിയോ ഐസോമറിസത്തെ കുറിച്ചാണ്. സ്റ്റീരിയോ ഐസോമറിസം. സെയിം മോളിക്കുലാർ ഫോമുലയാണ്, പക്ഷേ ഒരു സ്പേസിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ഡിഫറൻസ് ഉണ്ടാകുന്നു. രണ്ട് കോമ്പൗണ്ട് എടുക്കുന്നു, കോമ്പൗണ്ടുകളുടെ മോളിക്കുലാർ ഫോമുല സെയിം ആണ്, ബട്ട് ഡിഫറൻസ് ഇൻ ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ് ഓർ സ്പീഷീസ് ഇൻ എ സ്പേസ്. ഒരു സ്പേസിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിഫറൻസ് മുഖേനയാണ് ഉണ്ടാകുന്ന ഐസോമറിസത്തെ വിളിക്കുന്ന പേരാണ് സ്റ്റീരിയോ ഐസോമറിസം. അപ്പോഴാണ് നമുക്കിവിടെ പഠിക്കേണ്ട ഒരു കാര്യം, എന്താണ് കൈറാലിറ്റി, എന്താണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി, എന്താണ് പ്ലെയിൻ ഓഫ് സിമട്രി. പ്ലെയിൻ ഓഫ് സിമട്രി അതായത് നമ്മുടെ കയ്യിൽ വാട്ടർ ഇരിക്കുകയാണ്. ഈ വാട്ടറിലേക്ക് നമ്മളൊരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ കടത്തി വിടുകയാണ്. പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് പോകുന്നത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. അപ്പോൾ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഒരു ടെസ്റ്റ് ട്യൂബിൽ വാട്ടർ എടുത്തിരിക്കുകയാണ്, ആ വാട്ടറിലൂടെ കടന്നു പോവുകയാണ്. പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഇങ്ങനെ പോവുകയാണ്. ഗ്ലാസ് പാത്രത്തിലൂടെ ഇതങ്ങ് അപ്പുറത്തെ സൈഡിലെത്തി. ആ സൈഡിലെത്തിയപ്പോഴും നമ്മുടെ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിന് മാറ്റമില്ല, അത് ഒരേ ഡയറക്ഷനിൽ പോകുന്നു. ദാറ്റ് മീൻസ് ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് വാട്ടറിലൂടെ പോയപ്പോൾ വാട്ടറുമായിട്ട് ഒരു റിയാക്ഷനും നടന്നില്ല. അതുകൊണ്ടല്ലേ പോയതുപോലെ തന്നെ അപ്പുറത്തെത്തിയത്. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായോ? ഇല്ല. അതേ സമയത്ത് നമ്മൾ ഒരു CH3 Cl H CH2 CH3 ഇതിനകത്ത് ഒരു മോളിക്യൂൾ എടുക്കുകയാണ്. ഇതിലൂടെ നമ്മൾ ഒരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ വിടുകയാണ്. പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ എന്ത് ചെയ്യുക? കടത്തി വിടുക. ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഈ ഡയറക്ഷനിൽ പോവുകയാണ്, നമ്മുടെ സബ്സ്റ്റൻസിലേക്ക് കടന്നു പോവുകയാണ്. പോയി അപ്പുറത്തെത്തിയപ്പോൾ കുറച്ച് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് റൈറ്റിലേക്ക് പോകുന്നതായിട്ട് മനസ്സിലായി. അതായത് നേരെ പൊയ്ക്കൊണ്ടിരുന്ന പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് മനസ്സിലായി. കുറച്ച് ലൈറ്റ് എവിടേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു? ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഈ സബ്സ്റ്റൻസിലൂടെ കടന്നു പോയപ്പോൾ സബ്സ്റ്റൻസും പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റും റിയാക്ട് ചെയ്തത് കൊണ്ടല്ലേ അവിടെ വേരിയേഷൻ ഉണ്ടായത്. ക്ലിയർ ആയോ? പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് വാട്ടറിലൂടെ കടത്തിവിട്ട സമയത്ത് അപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കിയപ്പോൾ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിൻ്റെ ഡയറക്ഷൻ ഒരു മാറ്റവും ഇല്ല. അത് ഏത് ഡയറക്ഷനിലാണോ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അതേ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ വേറൊരു സബ്സ്റ്റൻസ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് കടത്തിവിട്ടു. ഇപ്പുറത്ത് നോക്കിയപ്പോൾ ഈ ഡയറക്ഷനിലിരുന്ന പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിൽ കുറച്ച് പേര് റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. ആ ലൈറ്റ് കുറച്ച് റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു, കുറച്ച് എന്ത് ചെയ്യുന്നു? ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് കടന്നു പോകുമ്പോൾ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും റൊട്ടേഷൻ നടന്നാൽ ആ മോളിക്യൂൾസിനെ വിളിക്കുന്നു ഒപ്റ്റിക്കലി ആക്റ്റീവ് മോളിക്യൂൾസ്. എന്താണ്? ഒപ്റ്റിക്കലി ആക്റ്റീവ്
മോളിക്യൂൾസ് എന്ന്. അപ്പോൾ അവിടെ റൊട്ടേഷൻ ഉണ്ടെങ്കിൽ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചാൽ ആ റൊട്ടേഷന് വിധേയമായാൽ ആ സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക്കലി ആക്റ്റീവ് സബ്സ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഒപ്റ്റിക്കലി ആക്റ്റീവ് സബ്സ്റ്റൻസ് എന്ന് വിളിക്കാം. എന്താ നോക്കിയേ, ഈ റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്താൽ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിൻ്റെ ഡയറക്ഷൻ റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡെക്സ്ട്രോ റൊട്ടേഷൻ. എന്താ? ഡെക്സ്ട്രോ റൊട്ടേഷൻ. ഇതിനെ ഡി റൊട്ടേഷൻ എന്നോ അല്ലെങ്കിൽ പ്ലസ് എന്നോ വിളിക്കുന്നു. അപ്പം പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് കടന്നു വരികയാണ്. പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് സബ്സ്റ്റൻസിലെത്തി. അപ്പുറത്ത് നോക്കിയപ്പോഴത്തേനും കുറച്ച് ലൈറ്റ് റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. ആ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്താൽ അതിൻ്റെ പേര് ഡെക്സ്ട്രോ റൊട്ടേഷൻ അല്ലെങ്കിൽ പ്ലസ് റൊട്ടേഷൻ അല്ലെങ്കിൽ ഡി റൊട്ടേഷൻ എന്ന് വിളിക്കുന്നു. കുറച്ച് ലൈറ്റ് എന്ത് ചെയ്യുകയാണ്? ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ മോളിക്യൂളിലൂടെ കടന്നു പോകുമ്പോൾ കുറച്ച് റൈറ്റിലോട്ടും കുറച്ച് ലെഫ്റ്റിലോട്ടും റൊട്ടേറ്റ് ചെയ്യും, ഉറപ്പാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്താൽ അതിനെ വിളിക്കുന്നു ലിവോ റൊട്ടേഷൻ എന്ന്. ലിവോ റൊട്ടേഷൻ. റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്തതിനെ പ്ലസ് എന്നല്ലേ വിളിച്ചേ? ഡി എന്നല്ലേ വിളിച്ചേ? അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്തതിനെ ലിവോ റൊട്ടേഷൻ സ്മോൾ എൽ എന്നോ അല്ലെങ്കിൽ മൈനസ് എന്നോ വിളിക്കാം. മറ്റേത് പ്ലസ് ആയിരുന്നു, അല്ലെങ്കിൽ ഡി ആയിരുന്നു, അല്ലെങ്കിൽ ഡെക്സ്ട്രോ റൊട്ടേഷൻ ആയിരുന്നു. ഓക്കെ ആണോ? എന്താണ് ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്? പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് കടന്നു പോകുമ്പോൾ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിൻ്റെ റൈറ്റിലേക്കും പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിൻ്റെ ലെഫ്റ്റിലേക്കും റൊട്ടേറ്റ് ചെയ്യുന്നുവെങ്കിൽ ആ സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ റൈറ്റിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഡെക്സ്ട്രോ റൊട്ടേഷൻ എന്നും ലെഫ്റ്റിലോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ എന്തെന്നും വിളിക്കാം? ലിവോ റൊട്ടേഷൻ എന്നും വിളിക്കാം. ഡെക്സ്ട്രോ റൊട്ടേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്തുണ്ടാവും? ലിവോ റൊട്ടേഷൻ കാണും. കുറച്ചെണ്ണം റൈറ്റിലോട്ടും കുറച്ച് ലൈറ്റ് ലെഫ്റ്റിലോട്ടും റൊട്ടേറ്റ് ചെയ്യും. ക്ലിയർ ആയോ? നല്ലപോലെ മനസ്സിലായല്ലോ? ദെൻ ഇനി ആരൊക്കെയാണ് ഒപ്റ്റിക്കലി ആക്റ്റീവായിട്ടുള്ള കോമ്പൗണ്ടുകളെന്ന് നമുക്കറിയണ്ടേ? ആരൊക്കെയാണ്? ഡെക്സ്ട്രോ എങ്ങോട്ട്? റൈറ്റിലോട്ടാണോ? പൊളാരിമീറ്റർ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്കത് അറിയാൻ പറ്റൂ. നമുക്കറിഞ്ഞുകൂടല്ലാതെ ഒരിക്കലും നമുക്ക് കണ്ടുപിടിക്കാൻ അറിയത്തില്ല. പൊളാരിമീറ്റർ ഉപയോഗിച്ച് മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ. ഇനി അല്ലാതെ നിങ്ങളെങ്ങനെ കണ്ടുപിടിക്കും ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവാണോ, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഉണ്ടോ എന്നൊക്കെ എങ്ങനെ അറിയും? ഇതാ നോക്കിയേ, OH വാട്ടർ മോളിക്യൂൾ. ഒരു മോളിക്യൂളിനെ ഏതെങ്കിലും പ്ലെയിനിലൂടെ കട്ട് ചെയ്താൽ 2 ഈക്വൽ ഹാഫ് കിട്ടുമെങ്കിൽ, ഒരു മോളിക്യൂളിനെ ഏതെങ്കിലും പ്ലെയിനിലൂടെ, ഏത് പ്ലെയിനിലൂടെ ആകാം, എന്താ ഈ പ്ലെയിനിലൂടെ ആകാം, ഈ പ്ലെയിനിലൂടെ ആകാം, ഈ പ്ലെയിനിലൂടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്ലെയിനിൽ ഏതെങ്കിലും ഒരു പ്ലെയിനിലൂടെ കട്ട് ചെയ്യുമ്പോൾ 2 ഈക്വൽ ഹാഫ് കിട്ടുമെങ്കിൽ ആ മോളിക്യൂളിനെ വിളിക്കാം, ആ മോളിക്യൂളിന് പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടെന്ന് പറയാം. ആ മോളിക്യൂളിന് എന്തുണ്ട്? പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്. പ്ലെയിൻ ഓഫ് സിമെട്രി ഒരു മോളിക്യൂളിനുണ്ടെങ്കിൽ, പ്ലെയിൻ ഓഫ് സിമെട്രി ഒരു മോളിക്യൂളിനുണ്ടെങ്കിൽ ആ മോളിക്യൂൾ ഒപ്റ്റിക്കലി ഇനാക്റ്റീവായിരിക്കും. എന്താ? ഒപ്റ്റിക്കലി ഇനാക്റ്റീവായിരിക്കും. ദാറ്റ് ഈസ് അവിടെ ഡെക്സ്ട്രോ റൊട്ടേഷനോ ലിവോ റൊട്ടേഷനോ നടക്കത്തില്ല. ഒപ്റ്റിക്കൽ ടോട്ടൽ റൊട്ടേഷൻ എന്ന് പറയുന്നത് 0 ആണ്. ക്ലിയർ ആയോ? അല്ലെങ്കിൽ ഈക്വൽ എമൗണ്ട് ഡെക്സ്ട്രോയും ഈക്വൽ എമൗണ്ട് ലിവോയും ആയിരിക്കും. ദാറ്റ് മീൻസ് ടോട്ടൽ റൊട്ടേഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ക്ലിയർ ആയോ? പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടെങ്കിൽ അത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. ഇതാ നോക്കിയേ, ഇതിനെ നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്യുക, ഈ ഒരു പ്ലെയിനിലൂടെ, ഈ ഓക്സിജനിലൂടെ ഈ ഒരു പ്ലെയിനിലൂടെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു H കിട്ടും, ഇവിടെ ഒരു H കിട്ടും. അപ്പോൾ രണ്ടായിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്തൂടെ? ആസ് എ റിസൾട്ട് ഇതിന് പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്, ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. ക്ലിയർ ആയോ? ദെൻ CH3 C CH3 CH3 ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ ഒരു മോളിക്യൂൾ നിൽക്കുകയാണ്. കാർബണിന് ചുറ്റും വേണ്ട, N എടുക്കാം നമുക്ക്. Nൻ്റെ 3 വാലൻസിയിൽ CH3 ഇരിക്കുകയാണ്. ഇതിന് പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടോ എന്ന് നോക്കുക. പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടെങ്കിൽ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും. ഇതാ നോക്കിയേ, ഈ ഒരു പ്ലെയിനിലൂടെ കട്ട് ചെയ്യുക. ഇതാ ഈ ഒരു പ്ലെയിനിലൂടെ ഞാൻ കട്ട് ചെയ്യുക. രണ്ടിടത്തും എന്ത് കിട്ടും? CH3 കിട്ടും. അതല്ല, ഈ ഒരു പ്ലെയിനിലൂടെയാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ 2 സൈഡിലും ഒരേ ഗ്രൂപ്പ് കിട്ടും. ഏതെങ്കിലും ഒരു പ്ലെയിനിലൂടെ കട്ട് ചെയ്യുമ്പോൾ 2 ഈക്വൽ പാർട്ട് കിട്ടുമെങ്കിൽ അവിടെ
എന്തുണ്ട്? പ്ലെയിൻ ഓഫ് സിമട്രി ഉണ്ട്. പ്ലെയിൻ ഓഫ് സിമട്രി ഉണ്ടെങ്കിൽ അത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. അതെന്താണ്? ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. ഓക്കെ ആണല്ലോ. ദെൻ ഇനി നമ്മൾ എങ്ങനെയാ എപ്പോഴും പ്ലെയിൻ ഓഫ് സിമട്രി വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇങ്ങനെ നോക്കുക. ഒരു സെൻട്രൽ ആറ്റം, ഒരാറ്റത്തിന് ചുറ്റും 4 ഡിഫറൻറ്റ് ഗ്രൂപ്പുകളാണ് നിൽക്കുന്നതെങ്കിൽ, ഒരാറ്റത്തിൻ്റെ 4 വാലൻസിയിൽ 4 ഡിഫറൻറ്റ് ഗ്രൂപ്പുകളാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന് പ്ലെയിൻ ഓഫ് സിമട്രി കാണത്തില്ല. ഉദാഹരണത്തിന് ഞാൻ ഈ ഒരു പ്ലെയിനിലൂടെ കട്ട് ചെയ്യാന്ന് വിചാരിക്കുക. ഇവിടെ BR ഇവിടെ CH2 CH3 അല്ലേ? ഈക്വൽ ഡിവിഷൻ ആണോ കിട്ടുന്നത്? അല്ല, അൺഈക്വൽ ആയിട്ടല്ലേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇതിന് പ്ലെയിൻ ഓഫ് സിമട്രി ഉണ്ടോ? പ്ലെയിൻ ഓഫ് സിമട്രി ഇല്ല. പ്ലെയിൻ ഓഫ് സിമട്രി ഇല്ല എങ്കിൽ അത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. അപ്പോൾ ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ഇനി ഞാൻ ഈ പ്ലെയിനിലൂടെയാണ് കട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഈക്വൽ ഡിവിഷൻ ആണോ കിട്ടുന്നത്? അല്ല, പ്ലെയിൻ ഓഫ് സിമട്രി ഇല്ല. അതുകൊണ്ട് ഇതെന്താണ്? ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ഇനി ശ്രദ്ധിക്കുക, ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണോ എന്നറിയാൻ വേണ്ടി സെൻട്രൽ ആറ്റത്തിൻ്റെ 4 വാലൻസിയിലും 4 ഡിഫറൻറ്റ് ഗ്രൂപ്പുകളാണ് വരുന്നതെങ്കിൽ ആ കാർബണിനെ വിളിക്കുന്നു കൈറാൽ കാർബൺ എന്ന്. ആ കാർബണിനെ വിളിക്കുന്നു കൈറാൽ കാർബൺ എന്ന്. അങ്ങനെയാണെങ്കിൽ ഈ കാർബണിൻ്റെ 4 വാലൻസിയിലും 4 ആൾക്കാരല്ലേ? അതുകൊണ്ട് ഇതിനെ വിളിക്കാം കൈറാൽ കാർബൺ അല്ലെങ്കിൽ കൈറാലിറ്റി സെൻറ്റർ. കൈറാൽ കാർബൺ അല്ലെങ്കിൽ കൈറാലിറ്റി സെൻറ്റർ. ഈ കോമ്പൗണ്ടിൽ എത്ര കൈറാലിറ്റി സെൻറ്റർ ഉണ്ട്? ആദ്യത്തെ കാർബണിന് ചുറ്റും 3 ഹൈഡ്രജൻ, 3 വാലൻസിയിൽ ഒരുപോലുള്ള ആൾ വന്നേക്കുക. കൈറാലാണോ? അല്ല. ഈ കാർബണിന് ചുറ്റും 4 വാലൻസിയിലും 4 ആൾക്കാരാണ്. അതുകൊണ്ട് ഇവിടെ ഒരു കൈറാലിറ്റി സെൻറ്റർ ഉണ്ട്. ഒരു കോമ്പൗണ്ടിൽ ഒരേ ഒരു കൈറാലിറ്റി സെൻറ്ററേ ഉള്ളൂ എങ്കിൽ അത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും. ഒരു കോമ്പൗണ്ടിൽ ഒരു കൈറാലിറ്റി സെൻറ്ററേ ഉള്ളൂ എങ്കിൽ അതെന്തായിരിക്കും? ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും. ഇനി ഒന്നിലധികം കൈറാലിറ്റി സെൻറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഇത്ര എളുപ്പമായിട്ട് പറയാൻ പറ്റത്തില്ല. ക്ലിയർ ആയോ? അപ്പോൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ഒറ്റ കൈറാൽ സെൻറ്ററേ ഉള്ളൂ എങ്കിൽ അതെന്താണ്? ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ക്ലിയർ ആയോ? ഇനി നോക്കുക. CH3 C Cl Br I. കാർബണിന് ചുറ്റും, സെൻട്രലിൽ നിൽക്കുന്ന കാർബണിന് ചുറ്റും 4 വാലൻസി ഉണ്ട്. 4ലും 4 ഡിഫറെൻ്റ് ആൾക്കാരാണ്. ഇവിടെ ഒരേ ഒരു കൈറാലിറ്റി സെൻറ്ററേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവാണ്. ഓക്കെ. ഈ ഒപ്റ്റിക്കൽ ആക്റ്റീവായിട്ടുള്ള കോമ്പൗണ്ടിലൂടെ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് കടത്തിവിടുന്ന സമയത്ത് ഇത് ഏകദേശം, ഞാൻ വെറുതെ ഒരു ആംഗിൾ പറയുകയാണ്, ഒരു 10 ഡിഗ്രി ആംഗിൾ റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യും. ഡിഗ്രി സെൽഷ്യസ് ഇല്ല, 10 ഡിഗ്രി ആംഗിൾ റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് അതിൻ്റെ പേരെന്താ? ഡെക്സ്ട്രോ റൊട്ടേഷൻ. ഡെക്സ്ട്രോ റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ D ആണ്, അല്ലെങ്കിൽ പ്ലസ് ആണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുവാണേ, നമ്മുടെ സബ്സ്റ്റൻസിലൂടെ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് കടത്തിവിട്ടു. അത് ഒരു 10 ഡിഗ്രി എവിടേക്ക് റൊട്ടേറ്റ് ചെയ്തു? റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്തു. ആ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്ത സാധനമാണ് ഇതെന്ന് വിചാരിക്കുക. തീർച്ചയായിട്ടും അവിടെ എന്തിലോട്ടും റൊട്ടേഷൻ ഉണ്ടായിരിക്കും? ലെഫ്റ്റിലോട്ടും റൊട്ടേഷൻ ഉണ്ടാവത്തില്ലേ? ദാറ്റ് മീൻസ് ലിവോ റൊട്ടേഷൻ ഉണ്ടാവത്തില്ലേ? അങ്ങനത്തെ ഒരു സബ്സ്റ്റൻസ് ഉണ്ടല്ലോ. ഓക്കെ. അങ്ങനെ 10 ഡിഗ്രി റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്ത ആൾ പകുതി 10 ഡിഗ്രി എവിടേക്കായിരിക്കും? ലെഫ്റ്റിലോട്ടായിരിക്കും. അതായത് ഇത് എങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്തോ, ഇത് ക്ലോക്ക് വൈസിലാണ് റൊട്ടേറ്റ് ചെയ്തതെങ്കിൽ തിരിച്ച് തീർച്ചയായിട്ടും ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ അവിടെ ഉണ്ടാവത്തില്ലേ? ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ എങ്ങനെ നമ്മൾ എഴുതും? ആ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും. നമ്മുടെ കൈ ഇങ്ങനെ അങ്ങോട്ട് വെക്കുന്നു, കണ്ണാടിയിലോട്ട് വെക്കുക. കണ്ണാടിയിലേക്ക് വെക്കുമ്പോഴത്തേനും അതിൻ്റെ മിറർ ഇമേജ് എന്ന് പറയുന്നത് ഇടത്തെ കൈയല്ലേ? വലത്തെ കൈ കാണിച്ചാൽ അതിൻ്റെ മിറർ ഇമേജ് എന്ന് പറയുന്നത് ഇടത്തെ കൈയാണ് അല്ലേ? ഇതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ ഇതെന്ന് പറയുന്നത്? റൈറ്റിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ ലെഫ്റ്റ് എന്ന് പറയുന്നത്? റൈറ്റിൻ്റെ മിറർ ഇമേജ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ആണ്. അപ്പം ഇത് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണെങ്കിൽ ഇതിൻ്റെ മിറർ ഇമേജ് എന്ന് പറയുന്നത് ലിവോ ആയിരിക്കും അല്ലേ? ലിവോ ആയിരിക്കും അല്ലേ? അതായത് റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ മിറർ ഇമേജ് എടുക്കുക. തീർച്ചയായിട്ടും അത് എങ്ങോട്ടായിരിക്കും? ലെഫ്റ്റിലോട്ടായിരിക്കും. കണ്ണാടി ഞാൻ നോക്കുന്നു, ഞാൻ ഇങ്ങനെ നിൽക്കുന്നു, എന്നെ ഫേസ് ചെയ്തല്ലേ തിരിച്ച് നിൽക്കുന്നത്, ഞാൻ ഫ്രണ്ടിലോട്ടാണ് നോക്കുന്നത്.
നമ്മൾ കണ്ണാടിയിൽ മിറർ ഇമേജ് എടുക്കുന്ന സമയത്ത് തിരിച്ചല്ലേ അത് നിൽക്കുന്നേ, അപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടല്ലേ നിൽക്കുന്നത്. ആണോ? ക്ലിയർ ആയോ? അപ്പോൾ നോക്കിയേ, ഇതിൻ്റെ മിറർ ഇമേജ് എടുക്കുമ്പോൾ CH3 Br മിറർ ഇമേജ് എടുക്കുമ്പോൾ ഇവർ തമ്മിലല്ലേ ഇൻ്റർചേഞ്ച് ചെയ്യത്തുള്ളൂ. ഇവിടെ ക്ലോറിൻ വരും, ഇവിടെ I വരും. ഇതല്ലേ ഇതിൻ്റെ മിറർ ഇമേജ്. ഇത് ഡി റൊട്ടേഷനാണ്, ഇത് എൽ ഫോമാണ്. ഡെക്സ്ട്രോ റൊട്ടേഷനും ഉണ്ട്, ലിവോ റൊട്ടേഷനും ഉണ്ട്. ഇനി നോക്കിയേ, ഈ കിട്ടിയ മിറർ ഇമേജിനെ ഞാൻ ഇതുപോലെ എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെക്കുക. ഈ കിട്ടിയ മിറർ ഇമേജിനെ ഇതുപോലെ എടുത്ത് എന്ത് ചെയ്യുക? മുകളിലേക്ക് വെക്കുക. ഇതിൻ്റെ മുകളിലേക്ക് വെക്കുമ്പോൾ ഐയുടെ മുകളിൽ ആര് വരും? ക്ലോറിൻ വരും. Clൻ്റെ മുകളിലായിട്ട് ആര് വരും? I വരും. ചേർന്നിരിക്കുമോ? ഇവിടുത്തെ അയഡിൻ്റെ അതേ സൈസാണോ ക്ലോറിന്? ഇവിടുത്തെ ക്ലോറിൻ്റെ സൈസാണോ അയഡിന്? അല്ല, ചേർന്നിരിക്കത്തില്ല. ദാറ്റ് മീൻസ് നമ്മുടെ വലത്തെ കൈ കാണിച്ചു, ഇടത്തെ കൈ കിട്ടി. ഇത് ഇതുപോലെ എടുത്ത് ഇതിൻ്റെ മണ്ടേ വെച്ചാൽ ചേർന്നിരിക്കുമോ? ചേർന്നിരിക്കത്തില്ല എന്നതിനുള്ള വാക്കാണ് നോൺ സൂപ്പർ ഇമ്പോസിബിൾ. നോക്കി മക്കളെ, എ എന്ന് പറയുന്ന ലെറ്റർ, എയുടെ ഇവിടെയായിട്ട് കണ്ണാടി വെക്കുക. കണ്ണാടി വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതല്ലേ? ആണോ? ഈ എയുടെ കണ്ണാടി വെച്ചാൽ ഇത് തന്നെയാണ് കിട്ടുന്നത്. ഇതിനെ എടുത്ത് ഇതിൻ്റെ മണ്ടയിൽ വെച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല അല്ലേ? രണ്ടും ചേർന്നിരിക്കും. സെപ്പറേറ്റ് ചെയ്ത് അറിയാൻ പറ്റുമോ? നേരെ ചേർന്നിരിക്കും. ഇങ്ങനെ മിറർ ഇമേജ് എടുക്കുമ്പോൾ ചേർന്നിരുന്നാൽ അതിനെ വിളിക്കുന്നു സൂപ്പർ ഇമ്പോസിബിൾ എന്ന്. അതേസമയം നോക്കിയേ, നമ്മുടെ പിയുടെ മിറർ ഇമേജ് എടുക്കുക. മിറർ ഇമേജ് ഇങ്ങനെയല്ലേ വരുന്നത്? ഇതെടുത്ത് ഇതിൻ്റെ മണ്ടേ വെച്ചാൽ ഇങ്ങനെയല്ലേ കിട്ടത്തുള്ളൂ? രണ്ടായിട്ടല്ലേ വരുന്നത് അല്ലേ? ഇതിൻ്റെ മണ്ടയിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരും, ഇങ്ങനെ വരും അല്ലേ? സൂപ്പർ ഇമ്പോസ് ചെയ്തിരിക്കുമോ? ചേർന്നിരിക്കുമോ? ഇല്ല. ഇവിടെ സൂപ്പർ ഇമ്പോസ് ചെയ്തിരിക്കും, ഇവിടെ സൂപ്പർ ഇമ്പോസ് ചെയ്തിരിക്കത്തില്ല അല്ലേ? നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് തരുന്ന മോളിക്യൂളുകളെ നമുക്ക് വിളിക്കാം കൈറാൽ മോളിക്യൂൾ എന്ന്. എന്താ? നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് തരുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് കൈറാൽ മോളിക്യൂൾ. അപ്പോൾ ഈ മോളിക്യൂളിൻ്റെ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് അല്ലേ ഇത്? നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് തരുന്നത് കൊണ്ട് ഇതിൻ്റെ പേരെന്താ? കൈറാൽ മോളിക്യൂളാണ്. അപ്പോൾ ഇവിടെ ഡി റൊട്ടേഷൻ, ഇവിടെ എൽ റൊട്ടേഷൻ. ഡെക്സ്ട്രോ ലിവോ ഓപ്പോസിറ്റായി, മിറർ ഇമേജ് ഓപ്പോസിറ്റ് വന്നു, നോൺ സൂപ്പർ ഇമ്പോസിബിളായി. ഈ നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഈ മിറർ ഇമേജുകളെ രണ്ടുപേരെയും കളക്റ്റീവായിട്ട് വിളിക്കുന്ന പേരാണ് ഇനാൻഷ്യോമേഴ്സ്. എന്താണ്? ഇനാൻഷ്യോമേഴ്സ്. നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ആർ കോൾഡ് ഇനാൻഷ്യോമേഴ്സ്. രണ്ട് കോമ്പൗണ്ട് വരിക, ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താണെന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇവരുടെ മിറർ ഇമേജ് എടുത്തു, ആദ്യത്തെ കോമ്പൗണ്ടിൻ്റെ മിറർ ഇമേജ് ആണിത്, അല്ലെങ്കിൽ ഇതിൻ്റെ മിറർ ഇമേജ് എടുക്കുക. രണ്ടും നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണെങ്കിൽ ഇവരെ രണ്ടുപേരെയും കൂടെ ചേർത്ത് വെക്കുക. ഇതിൻ്റെ രണ്ടിൻ്റെയും മോളിക്കുലാർ ഫോർമുല സെയിം അല്ലേ? ഇവിടെ ഇതിൻ്റെ മിറർ ഇമേജ് അല്ലേ ഈ തന്നിരിക്കുന്നത്? ഇത് തമ്മിൽ ചേർത്ത് വെക്കുമ്പോൾ നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇനാൻഷ്യോമർ. ഇത് ശരിക്കും കൊച്ചു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന ഡെഫിനിഷനാണ്. നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ആർ കോൾഡ് ഇനാൻഷ്യോമേഴ്സ്. ശരിക്കും ഇനാൻഷ്യോമറിൻ്റെ ഡെഫിനിഷൻ നല്ല കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ, കൈറാൽ കാർബണിൻ്റെ ഫിഷർ പ്രൊജക്ഷനൊക്കെ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു. ആറാൻഡസ് കോൺഫിഗറേഷൻ അറിയാം നമുക്ക്. കൈറാൽ കാർബണിൻ്റെ കോൺഫിഗറേഷൻ പൂർണ്ണമായിട്ടും തിരിഞ്ഞാൽ കൈറാൽ കാർബണാറ്റങ്ങളുടെ ഇവിടെ ഇപ്പോൾ ഒരു കൈറാൽ കാർബണേ ഉള്ളൂ. കൈറാൽ കാർബണിൻ്റെ കോൺഫിഗറേഷൻ ഇനി എത്ര എണ്ണം ഉണ്ടോ അത് ഇത്രയും കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സ് ചെയ്യുമെങ്കിൽ ആ മോളിക്യൂളുകളെ വിളിക്കുന്ന പേര് ഇനാൻഷ്യോമർ. നമുക്ക് നോക്കാം ഇത് ഇനാൻഷ്യോമർ ആണോ എന്ന്. ഒന്നാമത്തെ കണ്ടീഷൻ ഞാൻ പറഞ്ഞു, രണ്ടുപേരുടെയും മിറർ ഇമേജ് എടുത്താൽ നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇനാൻഷ്യോമർ എന്ന്. രണ്ടാമത് എന്താ പറഞ്ഞേ? കോൺഫിഗറേഷൻ നല്ലപോലെ തിരിയണം. ഉദാഹരണത്തിന് ഇതാണ് നമ്മുടെ കൈറാൽ കാർബൺ, ഇതിനു ചുറ്റും 4 സ്പീഷീസ് നിൽക്കുകയാണ്. നമ്മൾ ഫിഷർ പ്രൊജക്ഷൻ വരച്ചു. നമ്മുടെ കോൺ ഇൻഗോൾഡ് പ്രലോഗ് റൂൾ അനുസരിച്ച്
അറ്റോമിക് മാസ് ഏറ്റവും കൂടിയ ആൾക്ക്, അറ്റോമിക് നമ്പർ ഏറ്റവും കൂടിയ ആൾക്ക് ഫസ്റ്റ് റാങ്ക് കൊടുക്കുക. അപ്പം ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ. അയോഡിനാണ് ഫസ്റ്റ് റാങ്ക്. അടുത്ത ബ്രോമിനാണ് സെക്കൻഡ് റാങ്ക്. ദെൻ ക്ലോറിൻ അല്ലേ മൂന്നാമത്തെ റാങ്ക്. ഇവിടെ 1, 2, 3 നമ്മൾ പറഞ്ഞു നാലാമത്തെ ഗ്രൂപ്പിനെ മറച്ചു വെക്കുക. 1 - 3 ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വഴിയല്ലേ. അതുകൊണ്ട് ഇതിൻ്റെ കോൺഫിഗറേഷൻ എസ് കോൺഫിഗറേഷൻ അല്ലേ, ആണോ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇതിൻ്റെ ഫിഷർ പ്രൊജക്ഷൻ വരയ്ക്കാം. ദാ സെൻട്രൽ ആറ്റം സി ആണ്. നമ്മുടെ ആദ്യത്തെ CH3 ഇവിടെ കൊടുത്തു. ദാ ഈ മുകളിലത്തെ CH3 ഇവിടെ കൊടുത്തു. ബ്രോമിനെ ഇവിടെ കൊടുത്തു. ഇവിടെ അയോഡിനാണ്, ഇവിടെ ക്ലോറിനാണ്. ഫസ്റ്റ് റാങ്ക് അയോഡിന്, സെക്കൻഡ് റാങ്ക് ബ്രോമിന്, തേർഡ് റാങ്ക് ക്ലോറിന്. 1 - 3 ഏത് മാർഗം വഴി? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വഴി. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ ഇവിടുത്തെ കോൺഫിഗറേഷൻ ഏത് കോൺഫിഗറേഷനാ? എസ് കോൺഫിഗറേഷനാ. ഇനി ഇതിൻ്റെ ഫിഷർ പ്രൊജക്ഷൻ വരച്ചേ. ഇതിൻ്റെ ഫിഷർ പ്രൊജക്ഷൻ നോക്കിയേ. കാർബൺ ആറ്റം ഇവിടെ നിൽക്കുന്നു. ഇവിടുത്തെ CH3ക്ക് മാറ്റമില്ല, ഇവിടുത്തെ ബ്രോമിന് മാറ്റമില്ല, ഇവിടെ ക്ലോറിനാണ്, ഇവിടെ അയോഡിനാണ്. സെൻട്രൽ ആറ്റം ഇവിടെ നിൽപ്പുണ്ട്. ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക് അല്ലേ. 1 - 3 ഏത് ഡയറക്ഷനിലാണ്? ഇവിടെ നോക്കിയേ. ഇവിടെ 1 - 3 ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് അല്ലേ, ലെഫ്റ്റ്. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ആൻറ്റി ക്ലോക്ക് വൈസ്. ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ കോൺഫിഗറേഷൻ എസ് കോൺഫിഗറേഷൻ. ഇവിടെ നോക്കിയേ, ഇവിടെ നിന്ന് റൈറ്റിലോട്ടല്ലേ വന്നേക്കുന്നേ. അത് ഏതാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ഇതിൻ്റെ കോൺഫിഗറേഷൻ 6 ആണ്. ആദ്യത്തെ കോമ്പൗണ്ടിൻ്റെ മിറർ ഇമേജ് എടുത്തപ്പോൾ റിവേഴ്സ് ആയിട്ടുള്ള കോൺഫിഗറേഷൻ കിട്ടി. അതുകൊണ്ട് ഇവർ പരസ്പരം എന്താണ്? ഇനാൻഷ്യോമറുകളാണ്. ഇവർ പരസ്പരം എന്താണ്? ഇനാൻഷ്യോമറുകളാണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? ദെൻ അടുത്തൊരു 2 കൈറാൽ കാർബണാറ്റുള്ള ഒരു കോമ്പൗണ്ട് എടുക്കാം. ഫിഷർ പ്രൊജക്ഷൻ വരയ്ക്കുകയാണ്, ഒന്നുമില്ല, എളുപ്പമാണ്. CH3, F, OH, Br, Cl, CH2, CH3. ഓക്കെ. ഇതിൻ്റെ മിറർ ഇമേജ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ? മിറർ ഇമേജ് എന്ന് പറയുമ്പോൾ മുകളിലുള്ള ഒന്നും മാറത്തില്ല. ഈ സൈഡിൽ കിടക്കുന്നത് ഇപ്പുറത്തെ സൈഡിലേക്ക് വരും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ CH3, ഹിയർ CH2, CH3, ഇവിടുത്തെ OH ഇവിടെ വന്നു, ഇവിടെ കിടന്ന F ഇവിടെ വന്നു. നെക്സ്റ്റ് ഇവിടുത്തെ Cl ഇപ്പുറത്തെ സൈഡിൽ വന്നു, ഇവിടുത്തെ Br ഈ സൈഡിൽ വന്നു. നമ്മൾ 1, 2, 3, 4, 5 ഇത് നമ്മുടെ ഒരു ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട് ആണെങ്കിൽ നമ്മൾ ഈ കാർബൺ ആറ്റത്തിൻ്റെ എണ്ണങ്ങളെ നമ്പർ ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ അതുപോലെ തന്നെ 1, 2, 3, 4, 5 കാർബൺ ആറ്റം. ആദ്യത്തെ കാർബണിന് ചുറ്റും 3 ഹൈഡ്രജൻ. നമ്മൾ കൈറാൽ കാർബൺ എന്ന് പറയുമ്പോൾ എന്താ? 4 വാലൻസിയിലും 4 ആൾക്കാർ വരണം. അപ്പോൾ ഇവിടെ 3 ഉള്ളൂ. 3 എണ്ണം വന്നു, 3 എണ്ണം ഒരുപോലെ വന്നു. അതുകൊണ്ട് അത് കൈറാൽ അല്ല. എന്നാൽ ഈ കാർബൺ എടുത്തപ്പോൾ ഒരിടത്ത് F, ഒരിടത്ത് OH, ഒരിടത്ത് CH3, ഇങ്ങോട്ട് ഇത്രയും വലിയൊരു ഗ്രൂപ്പ്. അപ്പോൾ 4 വാലൻസിയിൽ 4 ആൾക്കാരല്ലേ. ദാറ്റ് ഈസ് ഈ സെക്കൻഡ് കാർബൺ കൈറാൽ കാർബൺ ആണ്. ദെൻ ഇവിടെ മൂന്നാമത്തെ കാർബൺ എടുക്കുക. ഒരു ബ്രോമിൻ, ഒരു CH2, CH3, ഒരു Cl, ബാക്കി ഇത്രയും ഗ്രൂപ്പ്. 4 ഗ്രൂപ്പും ഡിഫറൻ്റ് അല്ലേ. ഈ കാർബണും കൈറാൽ കാർബൺ അല്ലേ. അപ്പോൾ ഈ കോമ്പൗണ്ടിലെ സെക്കൻഡ് കാർബണും തേർഡ് കാർബണും കൈറാലാണ്. നമുക്ക് വേറൊരു മോളിക്യൂളൂടെ തന്നിരിക്കുകയാണ്. ചോദിക്കുകയാണ് ഇവർ തമ്മിലുള്ള ബന്ധം എന്താ? നമുക്ക് ജസ്റ്റ് ഈ കോമ്പൗണ്ടിലോട്ട് നോക്കുമ്പോൾ അറിയാം. മുകളിൽ CH3, അവിടെയും മുകളിൽ CH3. ഇവിടെ CH2, CH3, ഇവിടെയും CH2, CH3. ഇവിടെ ഒരു F ഉണ്ട്, അവിടെയും F ഉണ്ട്. ഇവിടെ OH ഉണ്ട്, ഇവിടെയും OH ഉണ്ട്. ഇവിടെ ബ്രോമിനുണ്ട്, അവിടെ ബ്രോമിനുണ്ട്. ഇവിടെ ക്ലോറിനുണ്ട്, അവിടെയും ക്ലോറിനുണ്ട്. രണ്ടുപേരുടെയും മോളിക്കുലാർ ഫോർമുല സെയിം അല്ലേ. മോളിക്കുലാർ ഫോർമുല സെയിം ആണെങ്കിൽ അവർ ഐസോമറുകളാണ്. ഇനി ഒപ്റ്റിക്കലി ആക്റ്റീവായിട്ടുള്ള ഐസോമറാണോ, ഒപ്റ്റിക്കലി ഇനാക്റ്റീവായിട്ടുള്ള ഐസോമറാണോ, ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അതാണ് നമുക്ക് നോക്കേണ്ടത്. ശരിക്കും നോക്കിയാൽ ഇവിടെ റൈറ്റ് സൈഡിൽ കിടന്ന OH ഇവിടെ ലെഫ്റ്റിൽ വന്നു, ഇവിടെ റൈറ്റിൽ കിടന്ന Cl ഇവിടെ ലെഫ്റ്റിൽ വന്നു. ദാറ്റ് മീൻസ് റിവേഴ്സ് ചെയ്തേക്കുമല്ലേ.
അതായത് ഇതിൻ്റെ മിറർ ഇമേജ് അല്ലേ ഇത്. ഈ മിറർ ഇമേജിനെ എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചാൽ ഫ്ലൂറിൻ്റെ മണ്ടയിൽ OH വരും, ബ്രോമിൻ്റെ മണ്ടയിൽ ക്ലോറിൻ വരും. നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണ്. നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ആണെങ്കിൽ അവരെ വിളിക്കുന്ന പേരെന്താ? ഇനാൻഷ്യോമർ എന്നാ. നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ആണെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് ഇനാൻഷ്യോമർ. അപ്പോൾ ഇവർ പരസ്പരം എന്താണ്? ഇനാൻഷ്യോമറുകളാണ്. ക്ലിയർ ആയോ? ഇവർ പരസ്പരം എന്താണ്? ഇനാൻഷ്യോമറുകളാണ്. നോക്കാം. ഇനി രണ്ടാമത് പറഞ്ഞ ഡെഫിനിഷൻ എന്താ? ഇവരുടെ കോൺഫിഗറേഷൻ, എല്ലാ കൈറാൽ കാർബണിൻ്റെയും കോൺഫിഗറേഷൻ എന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്യണം. ഇതാ ഫസ്റ്റ് കൈറാൽ കാർബൺ ഇതാ. ഇതിൽ ഫ്ലൂറിനുണ്ട്, ഓക്സിജൻ ഉണ്ട്, CH3 ഉണ്ട്, ഇവിടുത്തെ കാർബൺ ഉണ്ട്. റാങ്ക് ആർക്ക് കൊടുക്കും ആദ്യം? അറ്റോമിക് നമ്പർ കൂടിയ ആൾക്ക്. ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ 8 ആണ്, ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പർ 1 ആണ്. സോ ഫസ്റ്റ് റാങ്ക് ഫ്ലൂറിന്. ഇവിടെ കാർബൺ ആണ്, കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6 ആണ്. അപ്പോൾ അടുത്ത റാങ്ക് ഇതിന്, അടുത്തത് ഇവിടെ കൊടുക്കണം. ഇതാണ് നാലാമത്തത്. 4നെ മറച്ചു വെച്ചുകൊണ്ട് 1-ൽ നിന്നും 3-ലേക്ക് കൊണ്ടുപോവുക. ഏത് കോൺഫിഗറേഷൻ? R കോൺഫിഗറേഷൻ അല്ലേ? റൈറ്റിലേക്കല്ലേ റൊട്ടേറ്റ് ചെയ്തേ, അതുകൊണ്ട് 2-ലുള്ള കോൺഫിഗറേഷൻ ഏതാണ്? 2R കോൺഫിഗറേഷനാണ്. ദെൻ ഈ കാർബൺ നോക്കുക, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ. ബ്രോമിൻ അറ്റോമിക് നമ്പർ കൂടുതലാണ്, ഇതാണ് രണ്ടാമത്തത്. ഒന്നാമത്തത് ക്ലോറിൻ രണ്ടാമത്തത്, ഇതല്ലേ മൂന്നാമത്തത് അല്ലേ? ഇവിടെ CH2 CH3 ഇവിടെയാണെങ്കിൽ CFOH ഉള്ള വലിയ ഗ്രൂപ്പാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇത് 1, ഇത് 2, ഇത് 3. 1, 2, 3 ഏത് ഡയറക്ഷനിലാണ് പോയേക്കുന്നത്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോയാൽ അത് ഏതാണ്? എസ് ആണ്. അപ്പോൾ രണ്ടാമത്തെ കാർബൺ R കോൺഫിഗറേഷൻ, മൂന്നാമത്തെ കാർബൺ ഏത് കോൺഫിഗറേഷനാണ്? എസ് കോൺഫിഗറേഷനാണ്. നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്? ഇനോൻഷ്യോമർ ആകണമെങ്കിൽ മറ്റേ ആളുടെ കോൺഫിഗറേഷനും കൂടെ നോക്കുക. അപ്പം ജസ്റ്റ് ഓപ്പോസിറ്റ് വരണം. ദാറ്റ് മീൻസ് ഇവിടെ 2R ആണെങ്കിൽ ഇവിടെ എന്ത് വരണം? 2S വരണം. ഇവിടെ 3S ആണെങ്കിൽ ഇത് എന്താവണം? 3R ആകണം. ആണോ എന്ന് നോക്കാം. ഇതാ ഇവിടുത്തെ രണ്ടാമത്തെ കാർബൺ നോക്കുക. ഫസ്റ്റ് റാങ്ക് ഫ്ലൂറിന്, സെക്കൻഡ് റാങ്ക് OHന്, തേർഡ് റാങ്ക് ആർക്കാണ്? ഈ ഗ്രൂപ്പിന്. 1, 2, 3 എങ്ങോട്ടേക്കാണ് റൊട്ടേറ്റ് ചെയ്തേക്കുന്നത്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലല്ലേ? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ ഇതിൻ്റെ കോൺഫിഗറേഷൻ എന്താണ്? എസ് കോൺഫിഗറേഷനാണ്. ഇവിടെ 2R അല്ലായിരുന്നോ? അതെന്തായിട്ട് മാറി? 2S ആയിട്ട് മാറി. ഓക്കെ. ദെൻ ഇവിടെ നോക്കിയേ, ബ്രോമിന് ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക് ഇതിന്, തേർഡ് റാങ്ക് ഈ ഗ്രൂപ്പിനല്ലേ വരുന്നത്. അപ്പോൾ 1, 2, 3 എങ്ങോട്ടേക്കാണ് പോയേ? റൈറ്റിലേക്കാണ് പോയേ. റൈറ്റിലേക്കാണെങ്കിൽ ഏത് കോൺഫിഗറേഷനാണ്? R കോൺഫിഗറേഷനാണ്. അപ്പോൾ മൂന്നാമത്തെ കാർബൺ എന്തായി? R ആയി. ഇതാ നോക്കിയേ, ഇവിടെ 2R 3S ആയിരുന്നു, ഇവിടെ വന്നപ്പോൾ അത് 2S 3R ആയിട്ട് മാറി. 2 കൈറാൽ കാർബണാറ്റം ഉണ്ടായിരുന്നു, രണ്ടുപേരുടെയും കോൺഫിഗറേഷൻ ഇൻവേർട്ട് ചെയ്തു, റിവേഴ്സ് ചെയ്തു. അപ്പോൾ എല്ലാ കൈറാൽ കാർബണിൻ്റെയും കോൺഫിഗറേഷൻ ഇൻവേർട്ട് ചെയ്താൽ, റിവേഴ്സ് ചെയ്താൽ ആ കോമ്പൗണ്ടുകളെ വിളിക്കാം ഇനാൻഷ്യോമറുകളെന്ന്. അപ്പോൾ ഈ കോമ്പൗണ്ടുകൾ എന്താണ്? ഇനാൻഷ്യോമറുകളല്ലേ? ഇനാൻഷ്യോമറുകളല്ലേ? ഓക്കെ. നെക്സ്റ്റ് നോക്കിയേ, CH3 H OH Cl H CH2 CH3 ഒന്നാമത്തെ കോമ്പൗണ്ട്. ഐസോമർ എന്ന് പറഞ്ഞാൽ, സ്റ്റീരിയോ ഐസോമർ എന്ന് പറഞ്ഞാൽ സ്പേസിലുള്ള അറേഞ്ച്മെൻറ്റിൽ വ്യത്യാസം വരുത്തുക. അടുത്ത നോക്കിയേ, ഇതിൻ്റെ മിറർ ഇമേജ് എടുക്കുക. മിറർ ഇമേജ് എടുക്കുമ്പോഴേക്കും CH3 ഇവിടെ OH വരും, ഇവിടെ H വരും, ഇവിടെ H വരും, ഇവിടെ Cl വരും, ഇവിടെ CH2 CH3 വന്നു. ഇനി ഇതിൻ്റെ മിറർ ഇമേജ് ഓക്കെ. ഇനി ഈ ഒരു അറേഞ്ച്മെൻറ്റ് മാത്രമല്ലല്ലോ നമുക്ക് പറ്റുന്നത്, വേറെ പല അറേഞ്ച്മെൻറ്റ് നടത്തിക്കൂടെ? ഇതാ ഇപ്പം നോക്കുക, ഈ 2 കൈറാൽ കാർബണിൻ്റെ 2 H ഓപ്പോസിറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. നമുക്കിതിനെ എന്ത് ചെയ്യാം? ഒരേ സൈഡിൽ കൊണ്ടുവരാം. ഇതാ നോക്കിയേ, ആദ്യത്തെ CH3,
ഇവിടെ എച്ച്, ഇവിടെ OH, അടുത്ത ഇവിടെ എച്ച്, ഇവിടെ Cl, ഇവിടെ CH3 അല്ലേ? ഇതിൻ്റെ മിറർ ഇമേജ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും മനസ്സിലാക്കണേ. ഇത് CH3, ഇതിൻ്റെ മിറർ ഇമേജ് എന്ന് പറയുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ വരും അല്ലേ OH. ഇവിടെ H വരും, ഇവിടെ Cl വരും, ഇവിടെ H വരും, ഇവിടെ CH2CH3 ആണ്, ഇവിടെയും CH2CH3 ആണ്. നോക്കിയേ മക്കളെ, 4 സ്ട്രക്ചേഴ്സ് വരയ്ക്കുക. CH3 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 CH3, എല്ലായിടവും CH3 ഉണ്ട്. എല്ലായിടവും CH2CH3 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 CH2CH3, 4 കോമ്പൗണ്ടിലും ഇതും ഉണ്ട്. ദെൻ ഇവിടെ ഒരു OH, ഇവിടെ OH, ഇവിടെ OH, ഇവിടെ OH, എല്ലായിടവും ഓരോ OH ഉണ്ട്. ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ, അവിടെ 2 ഹൈഡ്രജൻ, എല്ലായിടവും ഈക്വൽ നമ്പർ ഓഫ് ഹൈഡ്രജനും ഉണ്ട്. ഇവിടെ ഒരു ക്ലോറിൻ, ഇവിടെ ഒരു ക്ലോറിൻ, ഇവിടെ ഒരു ക്ലോറിൻ, ഇവിടെ ഒരു ക്ലോറിൻ, എല്ലാവരുടെയും മോളിക്കുലാർ ഫോർമുല സെയിമാണ്. പിന്നെ എന്തിലാ വ്യത്യാസം വന്നേ? വ്യത്യാസം വന്നേ എന്തിലാ? അറേഞ്ച്മെൻറ്റിൽ വ്യത്യാസം വന്നു. അപ്പോൾ ആദ്യത്തെ കോമ്പൗണ്ട് ഫസ്റ്റ് കോമ്പൗണ്ട്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്. ഈ 4 കോമ്പൗണ്ടുകൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നോക്കാം. ആദ്യത്തെ 2 പേരെ എടുത്തേ. CH3 മുകളിലാണ്, CH2CH3 ഇവിടെയും താഴെയാണ്, അവിടെയും താഴെയാണ്. ഇവിടെ റൈറ്റ് സൈഡിൽ കിടന്ന OH ഇവിടെ വന്നപ്പോൾ ലെഫ്റ്റ് സൈഡിലായി. ഇവിടെ റൈറ്റ് സൈഡിൽ കിടന്ന H ഇവിടെ വന്നപ്പോൾ ലെഫ്റ്റ് സൈഡിലായി. അപ്പം ഇതിൻ്റെ മിറർ ഇമേജ് അല്ലേ ഈ എടുത്തിരിക്കുന്നേ അല്ലേ? ഇതിൻ്റെ മിറർ ഇമേജ് അല്ലേ ഈ കിട്ടിയിരിക്കുന്നേ? മിറർ ഇമേജ് സൂപ്പർ ഇമ്പോസിബിൾ ആണോ നോക്കാം. ഈ സാധനത്തിനെ എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെക്കുമ്പോൾ എച്ചിൻ്റെ മണ്ടയിൽ ആര് വരും? OH വരും. നോൺ സൂപ്പർ ഇമ്പോസിബിൾ അല്ലേ? നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ആണെങ്കിൽ അവരുടെ പേരെന്താ? ഇനാൻഷ്യോമറുകളെന്ന്. അപ്പം ഇതും എന്താണ്? ഇനാൻഷ്യോമറുകളാണ്. ഓക്കെ, ദെൻ ഇവിടെ നോക്കിയേ, CH3 മുകളിൽ, CH3 മുകളിൽ, CH2CH3 താഴെ, CH2CH3 താഴെ. ഇവിടെ റൈറ്റിലായിരുന്നു OH, ഇവിടെ ലെഫ്റ്റിലായി. ഇവിടെ റൈറ്റിലായിരുന്നു Cl, ഇവിടെ വന്നപ്പോൾ ലെഫ്റ്റിലായി. അപ്പോൾ അവരും എന്താണ്? മിറർ ഇമേജ് അല്ലേ? ഈ 3ൻ്റെ മിറർ ഇമേജ് അല്ലേ ഈ കിടക്കുന്നത്? അപ്പം 3ഉം 4ഉം മിറർ ഇമേജസ് ഓഫ് ഈച്ച് അതറാണ്. നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണ്. ഇതാ ഈ സാധനത്തിനെ എടുത്ത് ഇവിടെ വെച്ചാൽ എച്ചിൻ്റെ മണ്ടയിൽ എന്ത് വരും? OH വരും. നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ആണ്. ഓക്കെ, നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ആണ്. അപ്പോൾ ഇവർ തമ്മിലും എന്ത് തന്നെയാണ്? ഇനാൻഷ്യോമറുകളാണ്. 1ഉം 2ഉം ഇനാൻഷ്യോമറുകളാണ്, 3ഉം 4ഉം ഇനാൻഷ്യോമറുകളാണ്. വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കാം. ഇനി 1ഉം 3ഉം തമ്മിൽ എന്താ ബന്ധമെന്ന് നോക്കാം. എന്താ നോക്കിയേ, CH3 CH3, OH റൈറ്റിൽ, OH റൈറ്റിൽ, ഇവിടെ H ലെഫ്റ്റിലാണ്, H ലെഫ്റ്റിൽ, ഇവിടെ H റൈറ്റിലാണ്. അപ്പോൾ ഇവർ 2 പേരും ഐസോമറുകളാണ് അല്ലേ? 2ൻ്റെയും മോളിക്കുലാർ ഫോർമുല സെയിം ആണ്. പിന്നെ എന്തിലാ വ്യത്യാസം വന്നേ? ഇവിടെ OH റൈറ്റിലും Cl റൈറ്റിലുമാണ്, ഇവിടെ OH റൈറ്റിലും Cl ലെഫ്റ്റിലുമാണ്. അല്ലെങ്കിൽ ഈ കേസിൽ 2 Hകൾ ഓപ്പോസിറ്റിലാണ്, ഇവിടെ 2 Hകൾ ഒരേ സൈഡിലാണ്. അപ്പോൾ ഇതും സ്റ്റീരിയോ ഐസോമറുകളാണ് അല്ലേ? ഇതും എന്ത് തന്നെയാണ്? സ്റ്റീരിയോ ഐസോമറുകളാണ്. പക്ഷേ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് അല്ല, സ്റ്റീരിയോ ഐസോമറുകളാണ് അല്ലേ? സ്റ്റീരിയോ ഐസോമറുകളായിട്ടുള്ള ഇവരെ വിളിക്കുന്ന പേരാണ് ഡയാസ്റ്റീരിയോമേഴ്സ്. എന്താണ്? ഡയാസ്റ്റീരിയോമേഴ്സ്. വ്യത്യാസം ഇതേ ഉള്ളൂ. ഇനാൻഷ്യോമർ എന്ന് പറഞ്ഞാൽ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ആയിരിക്കണം. എല്ലാ കൈറാലിറ്റി കാർബണിൻ്റെയും കോൺഫിഗറേഷൻ റിവേഴ്സ് ചെയ്യണം. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഇനാൻഷ്യോമേഴ്സ് സെയിം ആണ്. ഇതിൻ്റെ അതേ പ്രോപ്പർട്ടിയാണ് ഇതിന്, ഇതിൻ്റെ അതേ ഫിസിക്കൽ പ്രോപ്പർട്ടിയും കെമിക്കൽ പ്രോപ്പർട്ടിയാണ് ഇതിന്. ഇനാൻഷ്യോമേഴ്സിന് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആണ്. പക്ഷേ ഡയാസ്റ്റീരിയോമേഴ്സിൻ്റെ കേസിൽ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒരുപോലെ അല്ല, എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. ദാ ഇതിൻ്റെ പ്രോപ്പർട്ടി ആയിരിക്കത്തില്ല ഇതിന്. അതേപോലെ നോക്കിയേ, OH ലെഫ്റ്റിലാണ്, ഇവിടെ H2 ഓപ്പോസിറ്റ് സൈഡിൽ, ഇവിടെ H2 എവിടെയാ? ഒരേ സൈഡിലല്ലേ? അപ്പം സെക്കൻഡും ഫോർത്തും എന്താണ്? ഡയാസ്റ്റീരിയോമറാണ്. സെക്കൻഡും ഫോർത്തും ഡയാസ്റ്റീരിയോമറാണ്. 1ഉം 3ഉം ഡയാസ്റ്റീരിയോമറാണ്. എന്നാൽ 1ഉം 2ഉം 3ഉം 4ഉം എന്താണ്? ഇനാൻഷ്യോമറുകളാണ്.
ഇനി നമുക്ക് കോൺഫിഗറേഷനൂടെ നോക്കാം, മാറിയോ എന്ന് നോക്കാം. ദാ ഇതല്ലേ ഫസ്റ്റ് കൈറാൽ കാർബൺ, രണ്ടാമത്തെ കാർബൺ. ഫസ്റ്റ് പ്രയോറിറ്റി OHന്, രണ്ടാമത്തത് ഈ ഗ്രൂപ്പിന് 3 ഇതല്ലേ. കാരണം ഇവിടെ കാർബണിൽ 3 ഹൈഡ്രജൻ, ഇവിടെ കാർബണിൽ ഇത്രയും വലിയൊരു ഗ്രൂപ്പ്. അപ്പോൾ സെക്കൻഡ് പ്രയോറിറ്റി, സെക്കൻഡ് റാങ്ക് ഇതിനാണ്. 1, 2, 3 എങ്ങോട്ടേക്കാണ് പോയേക്കുന്നത്? റൈറ്റിലേക്കാണ് പോയേക്കുന്നത്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പോയേക്കുന്നത്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ കോൺഫിഗറേഷൻ എന്താ? R കോൺഫിഗറേഷനാണ്. പക്ഷേ നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, 4th ഗ്രൂപ്പ് ഹൊറിസോണ്ടൽ പൊസിഷനിലാണെങ്കിൽ, 4th റാങ്ക് വരുന്ന ഗ്രൂപ്പ് വെർട്ടിക്കലിലല്ല ഹൊറിസോണ്ടലിലാണെങ്കിൽ നമുക്ക് കിട്ടുന്ന കോൺഫിഗറേഷൻ ഏതോ അതിൻ്റെ റിവേഴ്സ് വേണം എടുക്കാൻ. ഞാൻ നോക്കിയേ, ആക്ച്വലി 1, 2, 3 നമ്മുടെ കോൺഫിഗറേഷൻ ഏതാ? R കോൺഫിഗറേഷനാണ്. പക്ഷേ 4ാമത്തെ റാങ്കുള്ള ഹൈഡ്രജൻ എവിടെ നിൽക്കുക? ഹൊറിസോണ്ടൽ പൊസിഷനിൽ നിൽക്കുക. അപ്പോൾ ആറിൻ്റെ ഓപ്പോസിറ്റ് എടുക്കണം. ഏതാണ്? എസ് ആണ്. സോ ഇവിടുത്തെ കോൺഫിഗറേഷൻ 2s കോൺഫിഗറേഷനാണ്. ക്ലിയർ ആയല്ലോ? ദെൻ ദാ ഈ കാർബൺ നോക്കിയേ, ഫസ്റ്റ് റാങ്ക് ഇതിനാണ്, സെക്കൻഡ് റാങ്ക് ഇവിടെയാണ്, തേർഡ് റാങ്ക് ഇവിടെയല്ലേ. അപ്പോൾ 1, 2, 3 ഇത് ഏത് ഡയറക്ഷനിലാണ് പോയിരിക്കുന്നത്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ 6 ആണ്, പക്ഷേ H വന്നിരിക്കുന്നത് ഏത് പൊസിഷനിലാണ്? ഹൊറിസോണ്ടൽ പൊസിഷനിലാണ്. R എന്തായിട്ട് മാറണം? S ആയിട്ട് മാറണം. സോ ഇവിടുത്തെ കോൺഫിഗറേഷൻ 3s ആണേ. ഇവിടെ 2s ആണ്, ഇവിടെ 3s ആണ്. ക്ലിയർ ആയല്ലോ? ഇനി ഇവിടെ നോക്കിയേ, ഫസ്റ്റ് പ്രയോറിറ്റി 1 ഇവിടെ, 2 ഇവിടെ, 3 ഇവിടെ. ഇങ്ങനെയാണ് പോയേക്കുന്നത്. ഇങ്ങനെ പോവാന്ന് പറഞ്ഞാൽ ഏത് ഡയറക്ഷനിലാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോയാൽ S വരണം. പക്ഷേ 4th പ്രയോറിറ്റി ഉള്ള ഗ്രൂപ്പ് ഹൊറിസോണ്ടൽ പൊസിഷനിലാണ്. അപ്പോൾ അത് റിവേഴ്സ് ചെയ്യണം. ദാ ഇങ്ങനെ പോയേക്കുക, ഇടത്തോട്ട് പോയേക്കുക. ഇടത്തേക്ക് പോയാൽ അതെന്താണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, S കോൺഫിഗറേഷനാണ്. പക്ഷേ 4th പ്രയോറിറ്റി ഉള്ള 4th റാങ്കുള്ള ഗ്രൂപ്പ് ഹൊറിസോണ്ടൽ പൊസിഷനിൽ വന്നാൽ നമുക്ക് കിട്ടുന്നത് എന്തോ അതിനെ റിവേഴ്സ് ചെയ്യുക. നമുക്കിപ്പോൾ SLA കിട്ടിയേ, അതിൻ്റെ റിവേഴ്സ് എന്ന് പറയുമ്പോൾ R വരും. ഓക്കെ. ദെൻ ഇത് ഫസ്റ്റ് ഗ്രൂപ്പ്, ഇത് സെക്കൻഡ് ഗ്രൂപ്പ്, ഇത് തേർഡ് ഗ്രൂപ്പ്. ഇവിടെയും നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ S ആണേ. പക്ഷേ 4th റാങ്കുള്ള ഗ്രൂപ്പ് എവിടെ നിൽക്കുകയാണ്? ഹൊറിസോണ്ടൽ പൊസിഷനിൽ നിൽക്കുക. നമുക്ക് കിട്ടുന്നതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കണം. അപ്പോൾ S എന്തായിട്ട് മാറണം? R ആയിട്ട് മാറണം. അപ്പോൾ ഇതെന്തായിട്ട് മാറി? 3R ആയിട്ട് മാറി. ഇവിടെ 2s 2R ആയി, 3s 3R ആയി. കോൺഫിഗറേഷൻ എല്ലാ കൈറാൽ കാർബണിൻ്റെയും കോൺഫിഗറേഷൻ അതേപോലെ തന്നെ ഓപ്പോസിറ്റ് വന്നു. സോ ഇവർ തമ്മിൽ എന്താണ്? ഇനാൻഷ്യോമറുകളാണ്. ഓക്കെ, ഇനാൻഷ്യോമറുകളാണ്. ഇനി ഇവിടുത്തെ കോൺഫിഗറേഷൻ ഒന്ന് നോക്കാം. 1, 2, 3 അല്ലേ? ഇതല്ലേ റാങ്ക്? 1, 2, 3 ക്ലോക്ക് വൈസിലാണ് പോകുന്നത്. 6 ആണ് വരേണ്ടത്. പക്ഷേ ഇവിടെ H കിടക്കുന്നത് കൊണ്ട് ഇത് എന്തായിട്ട് മാറി? S ആയിട്ട് മാറി. ക്ലോക്ക് വൈസിലോട്ട് പോകുന്നതുകൊണ്ട്, ഇങ്ങനെ പോകുന്നതുകൊണ്ട് അത് 6 ആണ്. 4th റാങ്ക് ഉള്ളത് ഹൊറിസോണ്ടൽ പൊസിഷനിൽ കിടന്നപ്പോൾ അത് തിരിച്ചെഴുതിയപ്പോൾ എന്തായി? 2s ആയിട്ട് മാറി. ഓക്കെ. ദെൻ ഇവിടെ 1, 2, 3 ആണ്. ഇത് ഇങ്ങനെയാണ് പോകുന്നത്. ഏത് ഡയറക്ഷനിലാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പോകുന്നത്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാവുമ്പോൾ S ആണ്. ഇവിടെ H വന്നതുകൊണ്ട് അത് എന്താവണം? R ആകണം. H വന്നതുകൊണ്ട് അത് എന്താവണം? R ആകണം. അപ്പോൾ ഇതെന്തായിട്ട് മാറി? 3R ആയിട്ട് മാറി. ഇതാ നോക്കിയേ, സെക്കൻഡ് കോമ്പൗണ്ടും തേർഡ് കോമ്പൗണ്ടും എടുത്തപ്പോൾ ഇവിടെ 2s, ഇവിടെയും 2s, ഇവിടെ 3s, ഇതെന്തായിട്ട് മാറി? 3R ആയിട്ട് മാറി. രണ്ടും ചേഞ്ച് ചെയ്താലല്ലേ ഇനാൻഷ്യോമർ ആകത്തുള്ളൂ. ഇത് രണ്ടും ചേഞ്ച് ചെയ്തില്ലല്ലോ, ഒരെണ്ണമല്ലേ ചേഞ്ച് ചെയ്തതുള്ളൂ. നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജും അല്ലല്ലോ. അങ്ങനെയുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഡയാസ്റ്റീരിയോമർ. എന്താണ്? ഡയാസ്റ്റീരിയോമർ. ക്ലിയർ ആയോ? ദെൻ ഇവിടെ നോക്കാം. അപ്പോൾ ഇവർ തമ്മിൽ 1, 3 എന്താണ്? ഡയാസ്റ്റീരിയോമർ ആണ്. ഇനി നോക്കിയേ, ഇത് ഫസ്റ്റ് ഗ്രൂപ്പ് പ്രയോറിറ്റി, ഇത് സെക്കൻഡ് പ്രയോറിറ്റി, ഇത് തേർഡ് പ്രയോറിറ്റി. ഇത് ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, S ആണ് വരേണ്ടത്. പക്ഷേ 4th റാങ്കുള്ള ആൾ ഹൊറിസോണ്ടലിൽ നിൽക്കുന്നത് കൊണ്ട് S എന്തായിട്ട് മാറി? R ആയിട്ട് മാറി. അപ്പോൾ ഇത് 2R ആയി. ദെൻ ക്ലോറിൻ ഫസ്റ്റ് റാങ്ക്,
ഇത് സെക്കൻഡ് റാങ്ക്, ഇത് തേർഡ് റാങ്ക്. ഇങ്ങനെ വരണം. ഇത് ക്ലോക്ക് വൈസ് ആണ്, 6 വരേണ്ടത്. പക്ഷേ എച്ച് ഇവിടെ നിൽക്കുന്നത് കാരണം അത് തിരിഞ്ഞു, അതെന്തായി? എസ് ആയി. അപ്പോൾ 2R 3R എന്താ? ഇവിടെ എന്ത് വന്നു? 3S വന്നു. ഇതാ നോക്കിയേ, 2S 2R ആയി, 3R 3S ആയി. കോൺഫിഗറേഷൻ മൊത്തത്തിൽ റിവേഴ്സ് ചെയ്തു. അതുകൊണ്ട് ഇവർ പരസ്പരം എന്താണ്? ഇനാൻഷ്യോമറുകളാണ്. ഓക്കെ, ഇനി നോക്കിയേ, ഇവർ പരസ്പരം എന്താണെന്നാണ് ഞാൻ പറഞ്ഞേ? ഡയാസ്റ്റീരിയോമർ. ഇവിടെ 2R ആണ്, ഇവിടെയും 2R ആണ്. ഇവിടെ 3R ആണ്, ഇവിടെ 3S. ഏതെങ്കിലും ഒരെണ്ണേ ചേഞ്ച് ചെയ്യത്തുള്ളൂ, ഒന്നേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ എങ്കിൽ അതെന്താണ്? ഡയാസ്റ്റീരിയോമറാണ്. ഇനാൻഷ്യോമറും ഡയാസ്റ്റീരിയോമറും തമ്മിലുള്ള വ്യത്യാസം, ഇനാൻഷ്യോമേഴ്സിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒരുപോലെയാണ്. പക്ഷേ ഡയാസ്റ്റീരിയോമറിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി ഒരുപോലെയല്ല, എൻറ്റയർലി ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, ദെൻ എന്താ നോക്കിയേ, അടുത്തൊരു കോമ്പൗണ്ട് എടുക്കുക. CHO, CHOH, COH, CHO. ആദ്യത്തെ കാർബൺ എടുക്കുക. 1, 2, 3, 4 കാർബൺ എടുക്കുക. ഇവിടെ C ഡബിൾ ബോണ്ട് OH എന്നാണ്. C ഡബിൾ ബോണ്ട് OH എന്ന് പറയുമ്പോൾ COOH എന്നാണ്. കാർബണിന് ചുറ്റും ഒരുപോലത്തെ 2 ഗ്രൂപ്പ് വന്നു, അതുകൊണ്ട് അത് കൈറാൽ കാർബൺ അല്ല. ഈ കാർബണിന് ചുറ്റും ഒരു ഹൈഡ്രജൻ, ഒരു OH, ഒരു CHO, ബാക്കി ഈ ഗ്രൂപ്പ് 4 ഗ്രൂപ്പാണ്. അതുകൊണ്ട് ഇതെന്താണ്? ഈ കാർബൺ കൈറാൽ കാർബൺ ആണ്. ഇവിടെയും OH ഉണ്ട്, H ഉണ്ട്, CHO ഉണ്ട്, ഈ വലിയ ഗ്രൂപ്പുണ്ട്. അതുകൊണ്ട് ഇതും എന്ത് തന്നെയാണ്? കൈറാൽ കാർബൺ ആണ്. ഇവിടെ 2 കൈറാൽ കാർബൺ ഉണ്ടേ. ഇതിൻ്റെ നേരെ മിറർ ഇമേജ് ഒന്ന് പറഞ്ഞേ. മിറർ ഇമേജ് എന്ന് പറയുമ്പോൾ CHOയ്ക്ക് മാറ്റമില്ല. C ഇവിടെയുണ്ട്, OH ഇപ്പുറത്തെ സൈഡിൽ വന്നു, H ഇവിടെ വന്നു. അടുത്ത OH ഇവിടെ വന്നു, H ഇവിടെ വന്നു, ദെൻ CHO ആണ് അല്ലേ? ആണോ? ദെൻ ഇവർ മിറർ ഇമേജ് ആണ്. ഇതെടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ചാൽ ഇമ്പോസ് ചെയ്തിരിക്കത്തില്ല, നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണ്. ഇനി ഇനാൻഷ്യോമർ ആണോ എന്ന് നോക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 2 കാർബണിൻ്റെയും കോൺഫിഗറേഷൻ ഇൻവേർട്ട് ചെയ്യണം. ഓക്കെ, ഇതാ നോക്കിയേ, ഇത് ഫസ്റ്റ് റാങ്ക്, ദിസ് ഈസ് സെക്കൻഡ് റാങ്ക്. അല്ല, ഇതാണോ സെക്കൻഡ് റാങ്ക്? അല്ല, CA അറ്റാച്ച് ചെയ്ത് ഓക്സിജനും ഹൈഡ്രജനും. ഇവിടെ 2 ഓക്സിജനാണ്. CA അറ്റാച്ച് ചെയ്ത് 2 ഓക്സിജനാണ്. അപ്പോൾ ഇതാണ് സെക്കൻഡ് റാങ്ക്, ഇതാണ് തേർഡ്. 1, 2, 3 ഏത് ഡയറക്ഷനാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ യെസ് ആണ്. പക്ഷേ ഹൈഡ്രജൻ ഇവിടെ ഹൊറിസോണ്ടൽ പൊസിഷനിൽ നിൽക്കുന്നു, തിരിയണം. യെസ് തിരിഞ്ഞ് എന്താകണം? 6 ആകണം, 2R ആയി. ഇവിടെ ഫസ്റ്റ് റാങ്ക്. ദെൻ ഇവിടെ Cയിൽ OH, ഇവിടെ ആണെങ്കിൽ COO എന്നാണ് വരുന്നത് അല്ലേ? ഇവിടെ CO പിന്നെ CH ആണ് വന്നേക്കുന്നത്. ഇവിടെ ആണെങ്കിൽ 2 ഓക്സിജൻ വന്നേക്കുക. 1, 2, 3 ആണ്. ഇത് ഇങ്ങനെ വരുവാണെങ്കിൽ ക്ലോക്ക് വൈസ് ആണ്. 1, 2, 3 ക്ലോക്ക് വൈസ് ആണ്, 6 ആണ്. പക്ഷേ H ഇവിടെ നിൽക്കുന്ന കാരണം ഇത് എന്താവും? എസ് ആയിട്ട് മാറും, 3S ആണ്. ഇവിടെ 2R 2S ആവണം, 3S 3R ആകണം. ശരിയാണെന്ന് നോക്കാം. ഇത് ഫസ്റ്റ് റാങ്ക്, ദിസ് ഈസ് ഫസ്റ്റ്, ദിസ് ഈസ് സെക്കൻഡ്, ഇത് തേർഡ്. ഓക്കെ ആണോ? ദെൻ 1, 2, 3 ക്ലോക്ക് വൈസ് ആണ് അല്ലേ? 6 ആണ്. പക്ഷേ ഇവിടെ H നിൽക്കുന്നത് കാരണം അത് തിരിഞ്ഞു, എന്തായി? എസ് ആയിട്ട് മാറി. അപ്പോൾ ഇത് 2S ആയി. ദെൻ 1, 2, 3 ആണ്. എങ്ങനെയാണ് പോകുന്നത്? ആൻറ്റി ക്ലോക്ക് വൈസ് എസ് ആണ്. പക്ഷേ ഹൈഡ്രജൻ നിൽക്കുന്ന കാരണം അതെന്താവും? 6 ആകും. ഇവിടെ 2S 3R, ഇവിടെ 2R 2S ആയി, 3S 3R ആയി. സോ ഇത് ഇവരെന്താണ്? ഇനാൻഷ്യോമറുകളാണ്. എന്താണ്? ഇനാൻഷ്യോമറുകളാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി വേറൊരു കാര്യം കൂടെ പറയാൻ പോവാണ്. ഇത് ഐസോമേഴ്സ് ആണ്. ഐസോമേഴ്സ് ആവുമ്പോൾ ഏതെങ്കിലും പ്ലെയിനിലൂടെ കട്ട് ചെയ്യുമ്പോൾ ഈക്വൽ ഡിവിഷൻ കിട്ടിയാൽ
അത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവായിരിക്കും. എന്താ പറഞ്ഞേ? കൈറാൽ കാർബണാറ്റം ഉണ്ടെങ്കിൽ പോലും, അപ്പം ഞാൻ ആദ്യം പറഞ്ഞു ഒരു കൈറാൽ കാർബണാറ്റമേ ഉള്ളൂ എങ്കിൽ തീർച്ചയായിട്ടും അത് ഒപ്റ്റിക്കലി ആക്റ്റീവായിരിക്കും. ഒന്നിലധികം കൈറാൽ കാർബണാറ്റം ഉണ്ടെങ്കിൽ അത് ഒപ്റ്റിക്കലി ആക്റ്റീവാണോ ഒപ്റ്റിക്കലി ഇനാക്റ്റീവാണോ എന്ന് പറയണം. ഒപ്റ്റിക്കൽ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെക്സ്ട്രോ റൊട്ടേഷനും ലിവോ റൊട്ടേഷനും നടക്കണം. ഓക്കെ, ഇവിടെ ഡെക്സ്ട്രോയും ഉണ്ട് ലിവോയും ഉണ്ട്, അതായത് റിവേർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ, റിവേഴ്സ് ചെയ്യുന്നുണ്ട്. ഇനി ഏതെങ്കിലും ഒരു പ്ലെയിനിലൂടെ കട്ട് ചെയ്യുമ്പോൾ ഈക്വൽ ഡിവിഷൻ കിട്ടിയാൽ കൈറാൽ കാർബണാറ്റം ആയിരുന്നിട്ട് കൂടി അതെന്താവും? ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആവും. ദാ ഈ ഒരു മോളിക്യൂളിനെ ഇവിടെ വെച്ച് ഞാനങ്ങ് കട്ട് ചെയ്യുമ്പോൾ COH HCHO ഈക്വൽ ഡിവിഷൻ കിട്ടിയില്ലേ അല്ലേ? അപ്പോൾ ഇത് ഇനാൻഷ്യോമേഴ്സ് ആണ്. ഈക്വൽ ഡിവിഷൻ കിട്ടി. 2 കൈറാൽ കാർബണാറ്റം ഉണ്ട്. പക്ഷേ ഇത് ഒപ്റ്റിക്കലി എന്താണ്? ഇനാക്റ്റീവ് ആണ്. 2 കൈറാൽ കാർബണാറ്റം ഉണ്ടെങ്കിൽ കൂടി ഇത് ഒപ്റ്റിക്കലി എന്താണ്? ഇനാക്റ്റീവ് ആണ്. ഇതാ നോക്കിയേ, ഇവിടെ 2R ആണ്, ഇവിടെ 3S ആണ്. അതായത് ആദ്യത്തെ ഭാഗവും രണ്ടാമത്തെ ഭാഗവും സെയിം ആണെങ്കിൽ ഒരു ഭാഗം റൈറ്റിലോട്ടും അതേ സാധനം ഒരു ഭാഗം ലെഫ്റ്റിലോട്ടും ഈക്വലി അല്ലേ റൊട്ടേറ്റ് ചെയ്യുന്നത്? റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന എത്രയാണോ അത്രയും തന്നെ റൊട്ടേഷൻ എന്ത് ചെയ്യും? ലെഫ്റ്റിലോട്ടുണ്ടാകും. കാരണം 2 സെയിം ആണ്. റൊട്ടേഷൻ റൈറ്റിലോട്ടും റൊട്ടേഷൻ ലെഫ്റ്റിലോട്ടും, ഉദാഹരണത്തിന് +10 ഡിഗ്രി റൈറ്റിലോട്ടും -10 ഡിഗ്രി ലെഫ്റ്റിലോട്ടുമാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ടോട്ടൽ റൊട്ടേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ടോട്ടൽ റൊട്ടേഷൻ 0 ആയിരിക്കും. നമ്മൾ പറഞ്ഞു റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യും, പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൈറ്റിലോട്ടും പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ലെഫ്റ്റിലോട്ടും റൊട്ടേറ്റ് ചെയ്താൽ അതിൻ്റെ പേരെന്താ? ഒപ്റ്റിക്കൽ റൊട്ടേഷൻ എന്നാണ് അല്ലേ? റൊട്ടേറ്റ് ചെയ്താൽ അതെന്താണ്? ഒപ്റ്റിക്കലി ആക്റ്റീവാണ്. ഇത് 2 സെയിം മോളിക്യൂൾ ആയതുകൊണ്ട് ആദ്യത്തെ മോളിക്യൂളിൻ്റെ റൊട്ടേഷൻ്റെ ഫലമായിട്ട് ഡെക്സ്ട്രോ റൊട്ടേഷൻ ഈക്വൽ എമൗണ്ട് കിട്ടും. അത്രയും തന്നെ എമൗണ്ട് എന്ത് കിട്ടും? ലിവോ കിട്ടും. ദാറ്റ് മീൻസ് ഇവരുടെ ഇടയിലുള്ള ടോട്ടൽ റൊട്ടേഷൻ എന്ന് പറയുന്നത് 0 ആവത്തില്ലേ? ഇങ്ങനത്തെ കോമ്പൗണ്ടുകളെ വിളിക്കുന്ന പേരാണ് മിസോ കോമ്പൗണ്ട്. എന്താ? മിസോ കോമ്പൗണ്ട്. കൈറാൽ കാർബണാറ്റം ഉണ്ടായിരിക്കും, പക്ഷേ ഇവരുടെ 2 ഈക്വൽ ഹാഫ് പ്ലെയിൻ ഓഫ് സിമട്രി ഉണ്ടായിരിക്കും. പ്ലെയിൻ ഓഫ് സിമട്രിയും കൈറാൽ കാർബണാറ്റവും ഉള്ള ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് കോമ്പൗണ്ടുകളെ വിളിക്കുന്ന പേരാണ് മിസോ കോമ്പൗണ്ട്. എന്താണ്? മിസോ കോമ്പൗണ്ട്. ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് കോമ്പൗണ്ടാണ്, മിസോ കോമ്പൗണ്ടാണ്. അത് ഇനാക്റ്റീവ് ആകാൻ കാരണം ഇന്റേണൽ കോമ്പൻസേഷൻ ആണ്. എന്താ? ഇന്റേണൽ കോമ്പൻസേഷൻ ആണ്. അതായത് ഓൾറെഡി ഇതിനകത്ത് തന്നെ പകുതി ആൾക്കാർ ഡെക്സ്ട്രോ റൊട്ടേഷൻ, അതേപോലത്തെ പകുതി ആൾക്കാർ ലിവോ റൊട്ടേഷൻ. അപ്പോൾ ടോട്ടൽ എന്താവും? 0 ആവും. ഒരു 16 പേര് പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം ആണെങ്കിൽ 8 പേര് ഒരു സൈഡും 8 പേര് ഇപ്പുറത്തെ സൈഡും. അപ്പോൾ ടോട്ടൽ എന്ന് പറയുമ്പോൾ എന്താവും? 0 ആവും. അതെ, ഈക്വലായിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുകയാണെങ്കിൽ ടോട്ടൽ റൊട്ടേഷൻ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഒപ്റ്റിക്കലി ഇനാക്റ്റീവായിട്ട് കൈറാൽ കാർബണാറ്റം ഉണ്ടായിട്ട് പോലും ഒപ്റ്റിക്കലി ഇനാക്റ്റീവായിട്ടുള്ള കോമ്പൗണ്ടുകളാണ്. അതിനെ വിളിക്കുന്ന പേരാണ് മിസോ കോമ്പൗണ്ട്. അതിൻ്റെ കാരണം മിസോ ആണോ എന്ന് അറിയാൻ എന്ത് ചെയ്യുക? മുകളിലും താഴെ ഒരേപോലെ ഗ്രൂപ്പ് വരുവാണെങ്കിൽ അതെന്താണ്? മിസോ ആണ്. മിസോ കോമ്പൗണ്ട് ആകാൻ കാരണം ഇന്റേണൽ കോമ്പൻസേഷൻ ആണ്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് നോക്കിയേ മക്കളെ. ഇതിനകത്തോട്ട് 2 അതായത് ആദ്യത്തെ ഒരു കോമ്പൗണ്ട്, അതിൻ്റെ മിറർ ഇമേജ്, അതായത് ഇനാൻഷ്യോമേഴ്സിനെ ഇട്ടേക്കുക. ആദ്യത്തെ കോൺഫിഗറേഷൻ R കോൺഫിഗറേഷൻ, അടുത്തതിൻ്റെ കോൺഫിഗറേഷൻ S കോൺഫിഗറേഷൻ. പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് കടത്തി വിടുകയാണ് ഇതിനകത്തൂടെ. R കോൺഫിഗറേഷനുള്ള ആൾ ഡെക്സ്ട്രോ റൊട്ടേഷനും L കോൺഫിഗറേഷനുള്ള ആൾ ലിവോ റൊട്ടേഷനുമാണ്. അതായത് ഡെക്സ്ട്രോ റൊട്ടേഷൻ്റെ നമ്മളിപ്പോൾ പറഞ്ഞ കണക്ക് ഡെക്സ്ട്രോ റൊട്ടേഷനും നടക്കും, ലിവോ റൊട്ടേഷനും നടക്കും. ദാറ്റ് മീൻസ് ടോട്ടൽ റൊട്ടേഷൻ ക്യാൻസൽ ആവത്തില്ലേ? ടോട്ടൽ റൊട്ടേഷൻ ക്യാൻസൽ ആവാൻ കാരണം ഇതിനകത്തൂടെ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് കടത്തിവിട്ടപ്പോഴല്ലേ? അതിനെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റേണൽ കോമ്പൻസേഷൻ. എന്താ? എക്സ്റ്റേണൽ കോമ്പൻസേഷൻ. അതായത്
ഇങ്ങനെ ഇതിനെ വിളിക്കുന്ന പേരാണ് റസമൈസേഷൻ അല്ലെങ്കിൽ റസമിക് മിക്സ്ചർ. ഇക്വിമോളാർ മിക്സ്ചർ ഓഫ് ഡെക്സ്ട്രോ ആൻഡ് ലിവോ. ഇക്വിമോളാർ മിക്സ്ചർ ഓഫ് ഡെക്സ്ട്രോ ആൻഡ് ലിവോയെ വിളിക്കുന്ന പേരാണ് എന്താ? റസമിക് മിക്സ്ചർ. അതായത് ഇൻവേർഷനും ഉണ്ട്, റീടെൻഷനും ഉണ്ട്. അതായത് വരുന്ന അതേ ഡയറക്ഷനിൽ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെ റൊട്ടേറ്റ് ചെയ്യാം, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാം. ഇക്വിമോളാർ കുറച്ച് അതായത് ഒരേ മോളിക്യൂൾസ്, ഒരേ എണ്ണം ആൾക്കാർ റൈറ്റിലോട്ടും അടുത്ത എണ്ണം മോളിക്യൂള് ലെഫ്റ്റിലോട്ടും, അത് 2 ഇനാൻഷ്യോമറിനെ മിക്സ് ചെയ്യുകയാണ്. ഒരേ മോളിക്യൂൾ തന്നെയല്ല, 2 ഇനാൻഷ്യോമറുകളെ മിക്സ് ചെയ്യുമ്പോൾ, ഇനാൻഷ്യോമേഴ്സിനെ മിക്സ് ചെയ്യുമ്പോൾ ഒരാൾ റൈറ്റിലോട്ടും ഒരാൾ ലെഫ്റ്റിലോട്ടും പോകും. ആസ് എ റിസൾട്ട് അവിടെ ടോട്ടൽ റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ 0 ആയിട്ട് മാറും. അതിന് കാരണം എക്സ്റ്റേണൽ കോമ്പൻസേഷനാണ്. അതിനെ വിളിക്കുന്ന പേരാണ് റസമിക് മിക്സ്ചർ അല്ലെങ്കിൽ റസമൈസേഷൻ എന്ന് വിളിക്കും. ഇത് അത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്റ്റീരിയോ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ ആണോ? ഇനി നമുക്കിതിനകത്ത് ശരിക്കും പറഞ്ഞാൽ പോളി ഹാലോജൻ കോമ്പൗണ്ട് എന്നും പറഞ്ഞ് കുറച്ച് കോമ്പൗണ്ടുകളുണ്ട്. അത് ഒന്നുമേ ഇല്ല, അവിടെ നിന്ന് ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കാനായിട്ടും ഇല്ല. അത് ജസ്റ്റ് ഒന്ന് പറയാം. പോളി ഹാലോജൻ കോമ്പൗണ്ട്. പോളി ഹാലോജൻ എന്ന് പറഞ്ഞാൽ എന്താ? മോർ ദാൻ 1 ഹാലോജൻ ആറ്റമുള്ള കോമ്പൗണ്ടുകളെയാണ് പോളി ഹാലോജൻ കോമ്പൗണ്ടുകൾ എന്ന് വിളിക്കുന്നത്. അപ്പം ഡൈക്ലോറോമീഥെയ്ൻ പോളി ഹാലോജൻ കോമ്പൗണ്ടിന് എക്സാമ്പിളാണ് ഡൈക്ലോറോമീഥെയ്ൻ എന്ന് പറയുന്നത്. ഡൈക്ലോറോമീഥെയ്ൻ ഫോമുല ഡൈക്ലോറോ, 2 ക്ലോറോ ഉണ്ട്, CH2Cl2 ആണ്. ഡൈക്ലോറോമീഥെയ്ൻ ആണ് ഒന്നാമത്തെ പോളി ഹാലോജൻ കോമ്പൗണ്ട്. ഇത് കൂടുതലായിട്ട് സോൾവെൻറ്റുകളായിട്ട് ഉപയോഗിക്കുന്നു. അതേപോലെ റെഫ്രിജറേറ്ററിൽ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ പോളിഹാലോജൻ കോമ്പൗണ്ടും മിക്കവാറും സോൾവെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. അതാണ് ഡൈക്ലോറോമീഥെയ്ൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് യൂസ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ കണ്ണിലൊക്കെ പറ്റാനിടയായാൽ കണ്ണ് കാഴ്ചയൊക്കെ കുറയാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഡൈക്ലോറോമീഥെയ്ൻ ആണ് പോളിഹാലോജൻ കോമ്പൗണ്ട്. ഫോമുല എന്താ? CH2Cl2 ആണ്. അടുത്തയാണ് ട്രൈക്ലോറോമീഥെയ്ൻ. ഇവിടെ ഒന്നും അങ്ങനെ ക്വസ്റ്റ്യൻ വരാനായിട്ടൊന്നുമില്ല. ട്രൈക്ലോറോമീഥെയ്ൻ ആണ്. ട്രൈക്ലോറോമീഥെയ്ൻ്റെ ഫോമുല CHCl3 ആണ്. ഇതിനെയാണ് നമ്മൾ ക്ലോറോഫോം എന്ന് വിളിക്കുന്നത്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള സാധനമാണ് ക്ലോറോഫോം അല്ലേ? ക്ലോറോഫോം മണപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മയങ്ങും. അപ്പോൾ അനസ്തറ്റിക്കായിട്ട് മയക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ക്ലോറോഫോം. ഒരുപാട് കെമിക്കൽ റിയാക്ഷനുകളിൽ സോൾവൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന സാധനം എന്ത് തന്നെയാണ്? ക്ലോറോഫോമാണ്. ഓർഗാനിക് റിയാക്ഷനുകളിലൊക്കെ, അതായത് നിങ്ങൾ കുറച്ചും കൂടെ വലിയ ക്ലാസ്സുകളിലോട്ട് ചെല്ലുന്ന സമയത്ത്, ഓർഗാനിക് പ്രാക്ടിക്കലൊക്കെ വരുന്ന സമയത്ത് സോൾവൻ്റ് ആയിട്ട് ക്ലോറോഫോമിനെ ഉപയോഗിക്കുന്നുണ്ട്. ക്ലോറോഫോം എന്ന് പറയുമ്പോൾ ഹൈലി വോളറ്റൈലാണ്, പെട്ടെന്ന് എന്ത് ചെയ്യും? ഇവാപ്പറേറ്റ് ചെയ്തു പോവും. ഇതും സോൾവൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. ട്രൈക്ലോറോമീഥെയ്നെ അനസ്തറ്റിക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് കൂടുതലായിട്ടുള്ളിൽ ചെന്നാൽ, അതായത് ഒരു ലിമിറ്റഡ് എമൗണ്ട് ചെന്നാൽ മയങ്ങും, ബോധം കെടും. ആ എമൗണ്ട് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കോൺഷ്യസ്നെസ് ഫുള്ളായിട്ട് പോകും, നമ്മുടെ ബോധം ഫുള്ളായിട്ട് പോകും. അതിൽ ലാർജ് എമൗണ്ട് നമ്മൾ പറയാറില്ലേ, സിസേറിയൻ നടക്കുന്ന സമയത്തൊക്കെ അനസ്തേഷ്യ വന്നില്ല, പക്ഷേ ക്ലോറോഫോം കൊടുത്ത് മയങ്ങി, പിന്നെ അവർ ജീവിതത്തിലേക്ക് തിരിച്ച് വന്നിട്ടില്ല എന്നൊക്കെ. അപ്പോൾ എമൗണ്ട് കൂടിയാൽ, ക്വാണ്ടിറ്റി കൂടിയാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓക്കെ, അടുത്ത ഒരു ഇതാണ് ട്രൈ അയോഡോമീഥെയ്ൻ. CHI3. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ട്രൈ അയോഡോമീഥെയ്ൻ, ഉദാഹരണത്തിന് നമ്മുടെ കോമ്പൗണ്ടിൽ ഒരുപാട് റിയാക്ഷനുകളുടെ ടെസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോമ്പൗണ്ടാണ് അയോഡോമീഥെയ്ൻ എന്ന് പറയുന്നത്. ട്രൈ അയോഡോമീഥെയ്ൻ, അല്ലെങ്കിൽ ഇതിൻ്റെ പേര് അയോഡോഫോം എന്നാണ്. ഓക്കെ, ഇതാ നോക്കിയേ, CH3CO CH2CH3 ഒരു കീറ്റോൺ ആണ്. അതേപോലെ CH3CHOH CH2CH3 OH ഗ്രൂപ്പ് വന്നാൽ ഇത് ആൽക്കഹോളാണ്. OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിനെ അറ്റാച്ച് ചെയ്ത് 2 കാർബൺ ആറ്റം ഉണ്ട്. ഇതൊരു സെക്കൻഡറി ആൽക്കഹോളാണ്. ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ട് ആൽഡിഹൈഡ് ആണോ, കീറ്റോൺ ആണോ, 2-3 കോമ്പൗണ്ടുകളെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി, അത് 2 കോമ്പൗണ്ടുകളെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിൻ്റെ പേരാണ് അയോഡോഫോം ടെസ്റ്റ്. എന്താണ് അയോഡോഫോം ടെസ്റ്റ്? ഒരു കോമ്പൗണ്ട് അയോഡോഫോം ടെസ്റ്റ് തരണമെങ്കിൽ, അതായത് CHI3 തരണമെങ്കിൽ
ആ കോമ്പൗണ്ടിൽ ഒന്നുകിൽ CH3CO ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം, അതല്ല CH3CHOH ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം. ഈ 2 ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു കോമ്പൗണ്ടിൽ നിന്നും അല്ലെങ്കിൽ നമുക്ക് എന്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ? CHI3 അയോഡോഫോം എന്ന് പറയുന്ന കോമ്പൗണ്ട് കിട്ടത്തുള്ളൂ. ഉദാഹരണത്തിന് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുകൂടെ ഞാൻ പറയാം. CH3 CH2 CH2OH അടുത്ത ചാപ്റ്ററിലാണ് ശരിക്കും ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടത്. ഇപ്പോൾ അയോഡോഫോം വന്നതുകൊണ്ട് പറയുകയാണ്. CH3 CH2 CH2OH ഈ സാധനത്തിൻ്റെ പേര് പ്രൊപ്പനോൾ എന്നാണ്. പ്രൊപ്പനോൾ 3 കാർബൺ ആറ്റം, 3 കാർബൺ ആറ്റങ്ങളുടെ ഇടയിലുള്ള ബോണ്ട് സിംഗിൾ ബോണ്ടാണ്, പ്രൊപ്പേനാണ്. OH ഗ്രൂപ്പ് വന്നതുകൊണ്ട് എൻഡിങ് EA എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യുക? OL വെച്ച് റീപ്ലേസ് ചെയ്യുകയാണ്. സോ ദ നെയിം ബിക്കം പ്രൊപ്പനോൾ. ദെൻ അടുത്ത കോമ്പൗണ്ട് നോക്കിയേ, CH3 CHOH CH3. ഇവിടെയും 3 കാർബൺ ആറ്റമാണ്. 3 കാർബൺ ആറ്റങ്ങളുടെ ഇടയിലുള്ള ബോണ്ട് സിംഗിൾ ബോണ്ടാണ്. 3 കാർബൺ ആറ്റവും സിംഗിൾ ബോണ്ടും വന്നാൽ പ്രൊപ്പേനാണ്. രണ്ടാമത്തെ കാർബണിൽ OH ഗ്രൂപ്പ് വന്നതുകൊണ്ട് ഇതിൻ്റെ പേര് 2 പ്രൊപ്പനോളാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, പ്രൊപ്പനോളിനെയും 2 പ്രൊപ്പനോളിനെയും എങ്ങനെയാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഈ കോമ്പൗണ്ടിൽ ആരാണ് അയോഡോഫോം ടെസ്റ്റ് തരുന്നത്? അപ്പോൾ നമ്മൾ അറിയണം എന്താണ് അയോഡോഫോം ടെസ്റ്റ്. ഏതെങ്കിലും ഒരു കോമ്പൗണ്ടിനെ അയോഡിൻ ഇൻ ആൽക്കലിയുമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അയോഡോഫോം കിട്ടുമെങ്കിൽ, CHI3 അയോഡോഫോം കിട്ടുമെങ്കിൽ ആ ടെസ്റ്റിനെ വിളിക്കുന്ന പേരാണ് അയോഡോഫോം ടെസ്റ്റ്. ഏതെങ്കിലും കോമ്പൗണ്ട് അയഡിനും ആൽക്കലിയുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ CHI3 അയോഡോഫോം എന്ന് പറയുന്ന കോമ്പൗണ്ട് കിട്ടിയാൽ ആ ടെസ്റ്റിൻ്റെ പേരാണ് അയോഡോഫോം ടെസ്റ്റ്. ഇനി ഇത് കിട്ടിയോ എന്നെങ്ങനെ അറിയാം? ഏതെങ്കിലും ഒരു കോമ്പൗണ്ടിലേക്ക് അയഡിനും ആൽക്കലിയും ചേർക്കുമ്പോൾ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായാൽ, എന്തുണ്ടായാലാ? യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായാൽ ആ കോമ്പൗണ്ട് എന്തായിരിക്കും? അയോഡോഫോം ആയിരിക്കും. ഓക്കെ ആണോ? ഒരു കോമ്പൗണ്ടിനെ തൊട്ട് അയഡിനും ആൽക്കലിയും ആഡ് ചെയ്യുന്ന സമയത്ത് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കിട്ടുവാണെങ്കിൽ അതെന്തായിരിക്കും? അയോഡോഫോം ആയിരിക്കും. ഇനി ആരൊക്കെയാണ് അയഡിനും ആൽക്കലിയുമായിട്ട് ട്രീറ്റ് ചെയ്താൽ യെല്ലോ തരുന്നത്? ആരൊക്കെയാണ് അയോഡോഫോം തരുന്നത്? തീർച്ചയായിട്ടും ഒന്നുകിൽ ആ കോമ്പൗണ്ടിൽ CH3CO ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം, അതല്ലെങ്കിൽ ആ കോമ്പൗണ്ടിൽ CH3CHOH ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അയഡിൻ ആൽക്കലിയുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അയോഡോഫോം കിട്ടും. ഇതാ നോക്കിയേ, പ്രൊപ്പനോളിൻ്റെ സ്ട്രക്ചർ നോക്കിയേ, CH3 CH2 CH2OH. നമുക്ക് എന്ത് വേണം? OH ആണെങ്കിൽ CH3CHOH വേണം. CH3 CH2 കഴിഞ്ഞിട്ടല്ലേ ഒരു CH2OH വന്നേക്കുന്നേ? ദാറ്റ് മീൻസ് ഇതില്ല. CH3CO ഗ്രൂപ്പ് ഇല്ലെന്ന് നമുക്കിത് കാണുമ്പോഴേ അറിയാം, കാരണം അതിനകത്ത് ഫങ്ഷണൽ ഗ്രൂപ്പ് OH ഗ്രൂപ്പാണ്. ഇനി അടുത്ത് നോക്കിയേ, 2 പ്രൊപ്പനോളിൽ CH3CHOH ഈ ഗ്രൂപ്പ് ഇല്ലേ? CH3CHOH ഗ്രൂപ്പ് ഉണ്ട്. CH3CHOH ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അയഡിനും ആൽക്കലിയുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടിക്കോളും? അയോഡോഫോം കിട്ടിക്കോളും, യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അപ്പോൾ എവിടെയാണ് ഈ CH3CHOH ഗ്രൂപ്പ് ഉള്ളത്? 2 പ്രൊപ്പനോളിലാണ്. അപ്പോൾ പ്രൊപ്പനോൾ എന്ത് തരും? 2 പ്രൊപ്പനോൾ എന്ത് തരും? അയോഡോഫോം ടെസ്റ്റ് തരും. അപ്പോൾ അയോഡോഫോം ടെസ്റ്റ് ഒരുപാട് കെമിക്കൽ കോമ്പൗണ്ടുകളുടെ ഡിസ്റ്റിങ്യൂഷന് വേണ്ടി, അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോമ്പൗണ്ടാണ് അയോഡോഫോം. അയോഡോഫോം ടെസ്റ്റ് ഒരു പോളിഹാലജൻ കോമ്പൗണ്ടാണ്, പോളി അയോഡോ കോമ്പൗണ്ടാണ്, ട്രൈ അയോഡോ മീഥേൻ എന്നാണ് പേര്. ഓക്കെ, അടുത്തൊന്ന് നോക്കിയേ, പെൻറ്റാൻ 2-on ആൻഡ് പെൻറ്റാൻ 3-on. ഇവരെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? 2 പെൻറ്റനോണിനെയും 3 പെൻറ്റനോണിനെയും എങ്ങനെ തിരിച്ചറിയാം? രണ്ടും കീറ്റോണാണ്. ഒരെണ്ണം ആൽക്കഹോളും ഒരെണ്ണം കീറ്റോണും ഒക്കെ ആണെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും മെത്തേഡ് നോക്കാം. രണ്ടിലെയും ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം ആണ്. ഏത് 2 കോമ്പൗണ്ട് തന്നിട്ട് അവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം ആണോ? സെയിം ആണെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കണം അയോഡോഫോൺ ടെസ്റ്റ് തരുമോ എന്ന്. അയോഡോഫോൺ ടെസ്റ്റ് തരിക എന്ന് പറഞ്ഞാൽ എന്താ? അയഡിനും ആൽക്കലിയുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ യെല്ലോ കിട്ടുമോ? അപ്പോൾ എങ്ങനെ അറിയും? അയഡിനും ആൽക്കലിയുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ യെല്ലോ കിട്ടണമെങ്കിൽ എന്താ കണ്ടീഷൻ?
ഒന്നുകിൽ ആ കോമ്പൗണ്ടിൽ CH3CO ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ കോമ്പൗണ്ടിൽ CH3CHOH ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം. ഇതിൽ രണ്ടിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അങ്ങനെയുണ്ടെങ്കിൽ അവരെ ആരുമായിട്ട് ട്രീറ്റ് ചെയ്താൽ മതി? അയഡിൻ ആൻഡ് ആൽക്കലിയുമായിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. ഓക്കെ, നമ്മുടെ തന്നിരിക്കുന്ന കോമ്പൗണ്ട് കീറ്റോൺ ആണ്, ആൽക്കഹോൾ അല്ല. അപ്പോൾ ഈ കണ്ടീഷൻ നമുക്ക് നോക്കണ്ട. എന്തുണ്ടോ എന്ന് നോക്കിയാൽ മതി, CH3CO ഗ്രൂപ്പ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. പെൻറ്റാൻ 2 സ്ട്രക്ചർ നോക്കിയേ. പെൻറ്റ് 1 2 3 4 5 പെൻറ്റാനായി. 2 എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ കാർബൺ എന്തായിട്ട് മാറണം? ഡബിൾ ബോണ്ട് O ആയിട്ട് മാറണം. ദെൻ 1 ഒരു ബോണ്ടുണ്ട്, ബാക്കി 3 ഹൈഡ്രജൻ. 2 1 3 1 4 ബോണ്ടുണ്ട്, ഹൈഡ്രജൻ വേണ്ട. അടുത്ത 2 ബോണ്ട്, ബാക്കി 2 ഹൈഡ്രജൻ. അടുത്ത 2 ബോണ്ട്, ബാക്കി 2 ഹൈഡ്രജൻ. 1 ബോണ്ട്, ബാക്കി 3 ഹൈഡ്രജൻ. ഇതല്ലേ പെൻറ്റാൻ 2 സ്ട്രക്ചർ. ഇനി പെൻറ്റാൻ 3 നോക്കേ. 1 2 3 4 5 കാർബൺ ആറ്റം. 3 എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട് വന്നു. CH3 2 ബോണ്ടുണ്ട്, ബാക്കി 2 ഹൈഡ്രജൻ. CH2 1 2 3 4 ബോണ്ടുണ്ട്, 4 ആളുണ്ട്. 2 ബോണ്ട്, ബാക്കി 2 ഹൈഡ്രജൻ. 1 ബോണ്ട്, ബാക്കി 3 ഹൈഡ്രജൻ. രണ്ടും ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം. അപ്പം നമ്മൾ പറഞ്ഞു ഏത് ടെസ്റ്റ് നോക്കണം? ഐഡോഫോം കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അയഡിൻ ആൽക്കലിയുമായിട്ട് ട്രീറ്റ് ചെയ്ത് നോക്കണം. അയഡിൻ ആൽക്കലിയുമായിട്ട് ട്രീറ്റ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ എന്ത് വേണം? CH3CHOH ഗ്രൂപ്പ് വേണം, അല്ലെങ്കിൽ CH3CO ഗ്രൂപ്പ് വേണം. ഈ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് നോക്കിയേ. CH3CO ഈ ഗ്രൂപ്പ് ഇവിടെയുണ്ട്. ഇവിടെ പക്ഷേ CH3CH2COയാ. ഇവിടെയും CH3CH2COയാ. അപ്പോൾ ഈ കോമ്പൗണ്ട് എന്ത് തരത്തില്ല? ഐഡോഫോം ടെസ്റ്റ് തരത്തില്ല. ഐഡോഫോം ടെസ്റ്റ് തരുന്നത് ആരും മാത്രമാ? CH3CO ഗ്രൂപ്പുള്ള കോമ്പൗണ്ടാണ്. അപ്പോൾ പെൻറ്റാൻ 2 ഐഡോഫോം ടെസ്റ്റ് തരും, പെൻറ്റാൻ 3 എന്ത് തരത്തില്ല? ഐഡോഫോം ടെസ്റ്റ് തരത്തില്ല. ക്ലിയർ ആയല്ലോ? പോളിഹാലജൻ കോമ്പൗണ്ടിൽ അടുത്തതാണ്. അടുത്ത ഒരു പോളിഹാലജൻ കോമ്പൗണ്ടാണ് CCl2F2. ക്ലോറോ കാർബൺ. ഡൈഫ്ലൂറോ കാർബൺ. ഇതിൻ്റെ പേരാണ് ഫ്രിയോൺ. ക്ലോറോ കാർബൺസ് ആർ കോൾഡ് ഫ്രിയോൺസ്. റെഫ്രിജറൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ്, റെഫ്രിജറൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഫ്രിയോൺ എന്ന് പറയുന്നത്. ഒരു പോളിഹാലജൻ കോമ്പൗണ്ടാണ് ക്ലോറോ കാർബൺ. ഫ്രിയോൺ എന്നാണ് അറിയപ്പെടുന്നത്. CFC ക്ലോറോ കാർബൺ, അതിനെ വിളിക്കുന്ന പേരാണ് ഫ്രിയോൺ. എന്തായിട്ട് ഉപയോഗിക്കുന്നു? റെഫ്രിജറൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു, സോൾവെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ ആണോ? ലാസ്റ്റാണ് DDT. ഡൈക്ലോറോ ഡൈഫിനൈൽ ട്രൈക്ലോറോ ഈതേൻ. ഡൈഫിനൈൽ ട്രൈക്ലോറോ ഈതേൻ എന്നാണ് DDTയുടെ ഫുൾ ഫോം. നമ്മൾ എന്തിനാണ് DDT ഉപയോഗിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം. ഉറുമ്പോ ചെതലോ ഒക്കെയുള്ള സ്ഥലത്ത് DDT ഇടാറുണ്ട്, വരാതിരിക്കുക, ഇത് വരാതിരിക്കുക അല്ലേ? DDT ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡൈഫിനൈൽ ട്രൈക്ലോറോ ഈതേനാണ്. ഡൈക്ലോറോ ഡൈഫിനൈൽ. ഓക്കെ, ഡൈക്ലോറോ ഡൈഫിനൈലായി. ട്രൈക്ലോറോ 3 ക്ലോറിനാറ്റം വരിക, ഈതേനാണ്. ട്രൈക്ലോറോ ഈതേൻ എന്ന് പറയുമ്പോൾ 3 ക്ലോറിനാറ്റവും ഈതേനുമാണ്. ട്രൈക്ലോറോ 3 ക്ലോറിനാറ്റം ഉള്ള ഈതേൻ, ദറ്റ് ഈസ് ട്രൈക്ലോറോ. ഈതേൻ എന്ന് പറയുമ്പോൾ 2 കാർബൺ ആറ്റം, അതിൻ്റെ 2 വാലൻസിയിൽ ഡൈക്ലോറോ ഫിനൈൽ ഗ്രൂപ്പ് വന്നു. ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് DDT. ഡൈക്ലോറോ ഡൈഫിനൈൽ ട്രൈക്ലോറോ ഈതേൻ. ഇൻസെക്ടിസൈഡ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് എന്താ? DDT എന്ന് വിളിക്കുന്നത്. അപ്പോൾ പോളിഹാലജൻ കോമ്പൗണ്ട് ഇത്രയുമാണ്. ക്ലിയർ ആയോ? ശരിക്കും ഹാലോ കോമ്പൗണ്ടിൻ്റെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഞാൻ ആദ്യം തൊട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് ഓർഗാനിക്കിൻ്റെ ഒരു ചാപ്റ്റർ പഠിച്ചെന്നും പറഞ്ഞ് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളും ഈ ഹാലോ കോമ്പൗണ്ടിലെ ക്വസ്റ്റ്യൻസ് വളരെ കുറച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞ് ആൽക്കഹോൾസും ആൽഡിഹൈഡ്സും അമീൻസും കൂടെ കഴിഞ്ഞതിന് ശേഷം മൊത്തത്തിൽ ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും അറിയാം എന്നുള്ളൊരു കോൺഫിഡൻസ് വരത്തുള്ളൂ. അതല്ല നമ്മൾ ഈ ചാപ്റ്റർ മാത്രം പഠിച്ചിട്ട് ഓർഗാനിക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുമേ അറിയത്തില്ല, നമ്മൾ എന്തിനാ പഠിച്ചത്, അങ്ങനെ ഒരു ചിന്ത വരും.
അതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ചെയ്യൂ. അടുത്ത ചാപ്റ്ററും കൂടെ ആകുമ്പോഴത്തേനും കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യും. അങ്ങനെ 4 ചാപ്റ്ററും കൂടെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഓർഗാനിക്കിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻസിലോട്ട് പോവാണ്. ഇപ്പോൾ നമ്മുടെ ഏകദേശം തിയറി പാർട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇതാ നോക്കിയേ മക്കളെ. മേജർ പ്രോഡക്റ്റ് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ. ഈ തന്നിരിക്കുന്ന റിയാക്ഷൻ്റെ മേജർ പ്രോഡക്റ്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതാ തന്നിരിക്കുന്ന കോമ്പൗണ്ട് നോക്കിയേ, OH ഗ്രൂപ്പാണ്. ഹൈഡ്രജൻ അയഡൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുകയാണ്. നമുക്കറിയാം OH ഗ്രൂപ്പിനെ ഹൈഡ്രജൻ അയഡൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് OH ഗ്രൂപ്പ് പോയിട്ട് I വരണം അല്ലേ? പക്ഷേ നമ്മൾ പറഞ്ഞു ഹൈഡ്രജൻ ക്ലോറൈഡ് ഹൈഡ്രജൻ ബ്രോമൈഡും ആണ് സാധാരണഗതിയിൽ റിയാക്ട് ചെയ്യുന്നത്. അയോഡിനെ വരുത്താനായിട്ട് കുറേ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. OH പോയിട്ട് ആര് വരികയാണ്? അയോഡിൻ വരികയാണ്. OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഇതാണ്. ഇതിനെ അറ്റാച്ച് ചെയ്ത് ഇവിടെ ഒരു കാർബൺ ആറ്റമേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊരു പ്രൈമറി കോമ്പൗണ്ട് ആണ്. OHനെ മാറ്റി അയഡിൻ വരിക, ഒരാളെ മാറ്റി വേറൊരാൾ വരിക എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്. ഇത് OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിനെ അറ്റാച്ച് ചെയ്ത് ഒരു കാർബൺ ആറ്റമേ ഉള്ളായതുകൊണ്ട് അത് പ്രൈമറിയാണ്. പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് പോലെ തന്നെയാണ് ഏതൊരു കോമ്പൗണ്ട് ആയാലും SN2 റിയാക്ഷനും SN1 റിയാക്ഷനും ഓർഡർ നമുക്കറിയാം. SN2 ആണെങ്കിൽ പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടേർഷറി എന്നാണ്. SN1 ആണെങ്കിൽ ടേർഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ആണ്. ഒരാളെ മാറ്റി വേറൊരാൾ വരിക, ദാറ്റ് മീൻസ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. OH മാറി I വരണം. ഇത് SN1 വഴി വരുമോ SN2 വഴി വരുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിനെ അറ്റാച്ച് ചെയ്ത് ഒരു കാർബൺ ആറ്റമേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് പ്രൈമറി. പ്രൈമറി ആണെങ്കിൽ ഏത് റിയാക്ഷനാണ് നടക്കാൻ സാധ്യത? SN2 മെക്കാനിസമാണ് നടക്കാൻ സാധ്യത. SN2 മെക്കാനിസം എന്ന് പറയുന്നത് അയഡിൻ വരേണ്ടത് ബാക്ക് സൈഡിൽ കൂടെ ആയിരിക്കണ്ടേ? ഇവിടെ നിന്ന് OH പോകുമ്പോൾ കാർബണിൻ്റെ ഈ ബാക്ക് സൈഡിൽ നിന്ന് വേണ്ടേ ആര് വരാൻ? നമ്മുടെ അയോഡിൻ വരാൻ. അങ്ങനെ ബാക്ക് സൈഡിൽ നിന്ന് വരുമ്പോൾ നോക്കിക്കോണേ മക്കളെ, ദാ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ കാർബൺ ആറ്റം. ഈ കാർബൺ ആറ്റത്തിലേക്ക് ബാക്ക് സൈഡിൽ നിന്ന് വരണം. ബാക്ക് സൈഡിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഒരിക്കലും ഇങ്ങനൊരു കോമ്പൗണ്ട് എഴുതാൻ പറ്റത്തില്ല. ഈ സമയത്ത് എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ ബോണ്ട് അങ്ങ് തുറക്കും. ദാ ഈ ബോണ്ട് അങ്ങ് തുറക്കും. തുറന്നിട്ട് ദാ നോക്കിക്കോ, ഇതിപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കോമ്പൗണ്ട് നിൽക്കുന്നത്. ദാ ഈ വെള്ള വരയാണ് ഈ വരച്ചേക്കുന്നത്. ദെൻ ഇത് ദാ ഈ വെള്ള വര ഇങ്ങോട്ടേക്ക് വരച്ചു. ദെൻ ഇത് വരച്ചു. ദെൻ ഇത് വരച്ചു. ദെൻ ഇത് വരച്ചു. നമ്മുടെ ഈ യെല്ലോ വരയുണ്ടല്ലോ, ഈ യെല്ലോ വര ഇതാ ഈ റിങ്ങിനകത്തേക്ക് അങ്ങ് കയറുകയാണ്. റിങ്ങിനകത്തേക്ക് കയറുമ്പോൾ ഇവിടെ നിന്ന് ആർക്ക് വരാം? അയോഡിന് വരാം. ആർക്ക് വരാം? അയോഡിന് വരാം. ശരിക്കും ഇങ്ങനെയാണ് SN2 മെക്കാനിസം വഴി, അതായത് ബാക്ക് സൈഡിൽ കൂടെ വരണം. ബാക്ക് സൈഡിൽ കൂടെ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കോൺഫിഗറേഷൻ തിരിയണം. കാർബൺ ഇങ്ങോട്ടേക്കാവണം. കാർബൺ ഇങ്ങോട്ടേക്കാവുമ്പോൾ ഈ റിങ്ങിനകത്തേക്ക് കയറും. കാർബൺ റിങ്ങിനകത്തേക്ക് കയറും. അപ്പം 4 കാർബണാറ്റുള്ള റിങ് എത്ര കാർബണാറ്റുള്ള റിങ് ആവും? 5 കാർബണാറ്റുള്ള റിങ് ആവും. 5 കാർബണാറ്റുള്ള റിങ് ഇത് മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. അതൊന്ന് മനസ്സിലാക്കിക്കോണേ. പ്രൈമറി ആണ്. പ്രൈമറി ആകുമ്പോൾ ബാക്ക് സൈഡ് അറ്റാക്കാണ് നടക്കേണ്ടത്. കോൺഫിഗറേഷൻ തിരിയണം. നമ്മൾ ഇങ്ങോട്ടിരുന്ന കാർബണാറ്റ് ഇങ്ങോട്ടേക്ക് തിരിയണം. തിരിയുമ്പോഴേക്ക് റിങ്ങിലേക്ക് വരും. റിങ്ങിലേക്ക് വന്ന് അത് റിവേർട്ട് ചെയ്യും. ഓക്കെ, അടുത്തത് നോക്കുക. 2 ഹൈഡ്രജൻ ബ്രോമൈഡുമായിട്ടുള്ള റിയാക്ഷനാണ്. ഹൈഡ്രജൻ ബ്രോമൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു SN2 മെക്കാനിസം വഴി. ആൽക്കഹോളിൽ OH മാറി ആര് വരണം? ബ്രോമിൻ വരണം അല്ലേ? SN2 മെക്കാനിസം ആണെങ്കിൽ OH പോയതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ വേണം ആര് വരാൻ? നമ്മുടെ Br വരാൻ. എന്തായാലും OHനെ അവിടെ നിന്ന് മാറ്റണം, ബ്രോമിൻ വരണം. എങ്ങനെയാണ് വരേണ്ടത്? ബാക്ക് സൈഡിൽ കൂടെ അല്ലേ വരേണ്ടേ? ദാറ്റ് മീൻസ് SN2 മെക്കാനിസത്തിൻ്റെ കോൺഫിഗറേഷൻ ഇൻവേർഷൻ കോൺഫിഗറേഷൻ എന്നല്ലേ പറഞ്ഞേ? അതായത് നേരത്തെ നമ്മുടെ കോമ്പൗണ്ടിന് എന്ത് കോൺഫിഗറേഷൻ ഉണ്ടായിരുന്നോ അത് ഇൻവേർട്ട് ചെയ്യും, തിരിയുമെന്നല്ലേ പറഞ്ഞേ? അപ്പോൾ
ആദ്യം ഈ കോമ്പൗണ്ടിൻ്റെ കോൺഫിഗറേഷൻ കണ്ടുപിടിക്കുക. അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോൺഫിഗറേഷൻ ഇവിടെ എവിടെയാണോ അതായിരിക്കും നമ്മുടെ ആൻസർ. SN2 ആയതുകൊണ്ട് ഇതാ നോക്കിയേ, ഇവിടെ ഇതിനെ ഞാൻ ഇങ്ങോട്ടൊന്ന് വരയ്ക്കുകയാണ്. H, OH, CH3, C2H5 4 കാർബണാറ്റോ 4 ഗ്രൂപ്പാണ്. അതുകൊണ്ട് കൈറാൽ കാർബണാറ്റമാണ്. ഫസ്റ്റ് റാങ്ക് ഇതിനാണ്, സെക്കൻഡ് ഇവിടെയാണ്, തേർഡ് ഇവിടെയാണ്. 1, 2, 3 R കോൺഫിഗറേഷനാണ് വരേണ്ടത്. അതായത് ഇങ്ങനെയാണ് പോകുന്നത്, ഇങ്ങനെ R കോൺഫിഗറേഷനാണ് വരേണ്ടത്. പക്ഷേ ഫോർത്ത് പ്രയോറിറ്റി ഉള്ള ഹൈഡ്രജൻ ഹൊറിസോണ്ടൽ പൊസിഷനിൽ നിൽക്കുമ്പോൾ കോൺഫിഗറേഷൻ തിരിച്ചെഴുതണം. ആറിന് പകരം എന്തെന്ന് എഴുതണം? എസ് ആണ്. അപ്പോൾ ഇവിടുത്തെ കോൺഫിഗറേഷൻ എസ് ആണേ. നമുക്ക് തന്നിരിക്കുന്ന ആൻസറുകളിൽ ഏത് കോൺഫിഗറേഷൻ വരണം? ആർ കോൺഫിഗറേഷൻ വരണം. ഇതാ നോക്കിയേ, C2H5 ഇവിടെ ഉണ്ട്, CH3 ഉണ്ട്, C2H5 ഉണ്ട്, CH3 ഉണ്ട്, OH മാറി Br വരികയാണ്, H ഉണ്ട്. ഇവിടെ എല്ലാം മോളിക്കുലാർ ഫോർമുല സെയിം തന്നെയാണ്. ഇനി ആറ് മാറി എസ് മാറി എന്ത് വരണം? 6 വരണം. ഇതാ നോക്കിക്കേ, ബ്രോമിൻ ഫസ്റ്റ് റാങ്ക്, ഇവിടെ C2H5 സെക്കൻഡ് റാങ്ക്, ഇത് തേർഡ് റാങ്ക്. അങ്ങനെയാണെങ്കിൽ 1 നിന്ന് 3 പോവാം. 1 നിന്ന് 3 പോകുന്നത് ഏത് ഡയറക്ഷനാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ ഏത് കോൺഫിഗറേഷനാണ്? എസ് കോൺഫിഗറേഷനാണ്. നമുക്ക് ഇവിടെ എസ് ആണ്, ഇവിടെ 6 വരണം. SN2 മെക്കാനിസം ആണെങ്കിൽ 6 വരണം. പക്ഷെ ഇവിടെ എന്ത് തന്നെയാണ് കിട്ടിയേ? എസ് തന്നെയാണ് കിട്ടിയേ. അടുത്ത കേസ് നോക്കിയേ, 1, 2, 3. 1 നിന്ന് 3 പോവുക. ഏത് ഡയറക്ഷൻ വഴിയാ? ആൻറ്റി ക്ലോക്ക് വൈസാണ്. അപ്പോൾ ഇവിടെ എന്ത് തന്നെയാണ്? എസ് കോൺഫിഗറേഷൻ തന്നെയാണ്. ദെൻ ഇവിടെ നോക്കുക, 1, 2, 3. 1 നിന്ന് 3 റൈറ്റിലോട്ടാണ്, ക്ലോക്ക് വൈസിലോട്ടാണ്. അതുകൊണ്ട് ഇതേത് കോൺഫിഗറേഷനാണ്? ആർ കോൺഫിഗറേഷനാണ്. ഇതുകൂടെ നോക്കിയേക്കാം, 1, 2, 3. 1 നിന്ന് 3 ആറാണ് വരേണ്ടത്. പക്ഷേ ഹൈഡ്രജൻ ഹൊറിസോണ്ടൽ പൊസിഷനിലാണ്. അപ്പോൾ അതെന്തായിട്ട് മാറി? എസ് ആയിട്ട് മാറി. അപ്പോൾ SN2 മെക്കാനിസത്തിൻ്റെ കോൺഫിഗറേഷൻ ഇൻവേർഷൻ അല്ലേ? നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ട് എസ് കോൺഫിഗറേഷനാണ്. ഇവിടെ എസ് ആണ്, ഇവിടെ എസ് ആണ്, ഇവിടെ എസ് ആണ്. ഇൻവേർട്ട് ചെയ്തത് എവിടെ മാത്രമാണ്? ഇവിടെ മാത്രം, ആറിൽ മാത്രം. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആയിരിക്കും. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. SOCl2 പിരിഡിനുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്. OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഇതാണ്. OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിനെ അറ്റാച്ച് ചെയ്ത് ഒരു കാർബൺ ആറ്റമേ ഉള്ളൂ. ഇത് പ്രൈമറി ആണ്. ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. SOCl2 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ OH മാറി ആര് വരണം? ക്ലോറിൻ വരണം. OH മാറി ക്ലോറിൻ വരുന്നത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഇത് പ്രൈമറി ആയതുകൊണ്ട് SN2 ആണ്. ബാക്ക് സൈഡ് അറ്റാക്ക് വേണം നടക്കാൻ. ദാറ്റ് മീൻസ് കോൺഫിഗറേഷൻ തിരിയണം. കോൺഫിഗറേഷൻ തിരിയുന്നത് എവിടെയാണെന്ന് നോക്കാം. ദാ OH ഫസ്റ്റ് പ്രയോറിറ്റി, സെക്കൻഡ് ഇതിന്, ഇവിടെ 3, ഇത് 4th ആണ്. 1, 2, 3 ഏത് കോൺഫിഗറേഷനാണ്? എസ് കോൺഫിഗറേഷനാണ്. ഇനി ഹൈഡ്രജൻ ആണോ ഡ്യൂട്ടീരിയത്തിനാണോ? നമ്മൾ പറഞ്ഞായിരുന്നു ഐസോട്ടോപ്പുകളുടെ കേസിൽ 1H1, 1H2, 1H3 ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ അറ്റോമിക് നമ്പർ സെയിം ആണെങ്കിൽ മാസ് നമ്പർ ആർക്കാണോ കൂടിയത് അയാൾക്ക് കൂടിയ റാങ്ക് കൊടുക്കണം, ആണല്ലോ. അയാൾക്ക് കൂടിയ റാങ്ക് കൊടുക്കണം. അപ്പോൾ ഹൈഡ്രജൻ ആണ് മൂന്നാമത്, നാലാമതേ ആര് വരൂ? ഡ്യൂട്ടീരിയം ആണ് മൂന്നാമത്, നാലാമതേ ആര് വരൂ? ഹൈഡ്രജൻ വരത്തുള്ളൂ. അപ്പോൾ ഇവരുടെ കോൺഫിഗറേഷൻ എസ് കോൺഫിഗറേഷനാണ്. ഓക്കെ, ഇനി നോക്കാം നമുക്ക് എന്താ കിട്ടണ്ടേ? ആർ കോൺഫിഗറേഷൻ കിട്ടണം. എന്താ നോക്കിയേ, ഇവിടെ 1, ഇത് 2, ഇത് 3. ഇവിടുത്തെ കോൺഫിഗറേഷൻ എന്ത് തന്നെയാണ്? എസ് കോൺഫിഗറേഷൻ തന്നെയാണ്. SN2 ആകുമ്പോൾ ബാക്ക് സൈഡ് അറ്റാക്ക് നടക്കണം. ദെൻ 1, 2, 3. 1, 2, 3 ക്ലോക്ക് വൈസ് ആണ്, 6 ആണ്. പക്ഷേ ഹൈഡ്രജൻ ഹൊറിസോണ്ടൽ പൊസിഷനിൽ നിന്നതുകൊണ്ട് അതെന്തായിട്ട് മാറി? എസ് ആയിട്ട് മാറി. ദെൻ ഇവിടെ 1, 2, 3 ആണല്ലേ.
ഇവിടെ 1 2 3 ഏത് ഡയറക്ഷനാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. കോൺഫിഗറേഷൻ എസ് ആണ്. ദെൻ ഇവിടെ 1 2 3 ആണ്. 1 2 3 ഏത് ഡയറക്ഷനിലാണ് പോയേക്കുന്നത്? ക്ലോക്ക് വൈസ് ആണ്. ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് ഏതാണ്? 6 ആണ്. നമുക്ക് ഇവിടുത്തെ കോൺഫിഗറേഷൻ എസ് ആണ്. തിരിഞ്ഞു വന്നത് ഈ ഒരിടത്തല്ലേ ഉള്ളൂ, 6-ൽ മാത്രമേ ഉള്ളൂ, ഇവിടെ മാത്രമല്ലേ 6 വന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്. നിങ്ങളല്ലാതെ ഒന്നും ഇവിടെ ഓയിച്ചല്ലായിരുന്നോ, ഓയിച്ച് പോയിട്ട് അവിടെ അല്ലേ സി എൽ വരേണ്ടത്, അല്ലെങ്കിൽ ഇവിടെ അല്ലേ സി എൽ വരേണ്ടത്, അങ്ങനെ അല്ല നോക്കേണ്ടത്. കോൺഫിഗറേഷൻ ജസ്റ്റ് ആയിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് മാറണം, ഇൻവേർട്ട് ചെയ്യണം. ഇൻവേർഷൻ കോൺഫിഗറേഷനാണ് SN2-ൻ്റെ മെക്കാനിസം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഓഫ് ദ 4 isomeric hexane, the isomer which can give 2 monochlorinated compound. താഴെ തന്നിരിക്കുന്നതിൽ 2 മോണോക്ലോറിനേറ്റഡ് കോമ്പൗണ്ട് കിട്ടുന്ന ഹെക്സൈൻ്റെ ഐസോമർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആ ഐസോമറുകൾ നമുക്ക് നോക്കാം. 2-methyl pentane 1 2 3 4 5. രണ്ടാമത്തെ കാർബണിൽ എന്ത് വന്നേക്കുക? മീഥൈൽ ഗ്രൂപ്പ് വന്നേക്കുക അല്ലേ? അപ്പോൾ CH2 CH2 CH3 ആണ്. ഇതിനെ ക്ലോറിനേഷന് വിധേയമാക്കിയാൽ, ഈ കോമ്പൗണ്ടിനെ ക്ലോറിനേഷന് വിധേയമാക്കിയാൽ ഈ കാർബണിലെ ഹൈഡ്രജൻ പോയിട്ടും ഈ കാർബണിലെ ഹൈഡ്രജൻ പോയിട്ടും ക്ലോറിൻ വരാം. അത് രണ്ടും സെയിം അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ചാൻസ് എന്ന് പറഞ്ഞാൽ ഇതാ ക്ലോറിൻ CH2 CH3 CH2 CH2 CH3 ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട് അല്ലേ? അത് ഇവിടെ CH3 ഇവിടുന്ന് പോയാലും ഒരുപോലെ, കാരണം രണ്ടും ഈ കാർബണിൻ്റെ എൻവയോൺമെൻറ്റിൽ വരുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും, അപ്പോൾ ആദ്യത്തെ കാർബണിൽ നിന്നൊരു ഹൈഡ്രജനെ പോയി ഒരു ക്ലോറിൻ കിട്ടി, മോണോക്ലോറിനേറ്റഡ് കിട്ടി. ഇവിടെ നിന്ന് പോയാലും അത് തന്നെയല്ലേ? ഇനി എവിടെ നിന്നാണ് പോകാൻ പറ്റുന്നത്? ഇവിടെ നിന്ന് പൊക്കൂടെ? അങ്ങനെയാണെങ്കിൽ കിട്ടാനുള്ള ചാൻസ് CH3 CH3 അല്ല, ഈ ഹൈഡ്രജനിൽ നിന്ന് ഈ ഹൈഡ്രജൻ പോയിട്ട് ക്ലോറിൻ വന്നൂടെ? ആ ഹൈഡ്രജൻ പോയിട്ട് ക്ലോറിൻ വരികയാണെങ്കിൽ ക്ലോറിൻ വരികയാണെങ്കിൽ CH2 CH2 CH3 ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും കിട്ടുന്നത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ പേര് 2-methyl 1-chloro 2-methyl pentane എന്ന് വന്നു. 1-chloro 2-methyl pentane. ഇതിൻ്റെ പേര് 2-chloro 2-methyl pentane എന്ന് വരത്തില്ലേ? രണ്ട് കോമ്പൗണ്ടാണേ. ഇനി ഈ കാർബണിലെ ഹൈഡ്രജൻ പൊക്കൂടെ? അസ് റിസൾട്ട് നമുക്ക് കിട്ടും CH3 CH3 CH2-ൽ ഒരു ഹൈഡ്രജൻ പോയി ക്ലോറിൻ വന്നു, CH2 CH3 എന്ന് അല്ലേ? 1 2 3 1 2 3 4. അപ്പം 2-ലും 3-ലുമാണ് ബ്രാഞ്ചിങ് വന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പേര് പറയാം 3-chloro 2-methyl pentane എന്നല്ലേ? 3-chloro 2-methyl pentane. ഇപ്പം തന്നെ നമുക്ക് എത്ര പ്രോഡക്റ്റ് ആയി? 3 എണ്ണമായി. ഇനി എഴുതാൻ നിന്നാൽ പ്രോഡക്റ്റ് കിട്ടിക്കൊണ്ടേയിരിക്കും. നമുക്ക് 2 എണ്ണം കിട്ടുന്നത് എവിടെയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെയല്ല, ഒന്നാമത്തെ കോമ്പൗണ്ടിലല്ല. രണ്ടാമത്തെ നോക്കാം. 2,2-dimethyl butane 1 2 3 4. 2,2-dimethyl butane CH3 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 H. ഒന്നുകിൽ ഈ കാർബണിലെ പോവാം. ഇവിടുന്ന് പോയാലും ഒരുപോലെ, ഇവിടുന്ന് പോയാലും ഒരുപോലെ. അപ്പം ഈ 4 എണ്ണത്തിലും കൂടെ ഇവിടെ നിന്ന് പോവാം അല്ലേ? 2,2-dimethyl 2,3 അല്ല, 2,2-dimethyl. 2,2-dimethyl എന്ന് പറയുമ്പോൾ ഇവിടെ CH3 ഇവിടെ H ആണ്. ഇവിടെ നിന്ന് 3 നിന്ന് എവിടെ നിന്ന് പോയാലും ഒരുപോലെയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ പോയിട്ട് ക്ലോറിൻ വരാം, ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ പോയിട്ട് ക്ലോറിൻ വരാം, ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ പോയിട്ട് ക്ലോറിൻ വരാം. ഇവിടെ എത്ര പ്രോഡക്റ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്? 3 പ്രോഡക്റ്റ് കിട്ടാം. ഇനി അടുത്ത നോക്കിയേ. 2,3-dimethyl butane 2-ലും 3-ലുമാണ് മീഥൈൽ ഗ്രൂപ്പ് വന്നേക്കുന്നത്. ഇവിടെ CH3 ഇവിടെ CH3, ഇവിടെ H ഇവിടെ H. ഈ CH3-ൽ നിന്നും ഈ CH3-ൽ നിന്നും ഇവിടെ നിന്നും പോയാൽ ഒരേ പ്രോഡക്റ്റ് അല്ലേ കിട്ടുന്നത്? ഇവിടെ നിന്ന് പോകുന്നതിന് തുല്യമല്ലേ ഇവിടെ നിന്ന് പോയാലും? ഇവിടെ നിന്ന് പോകുന്നതിന് തുല്യമല്ലേ ഇവിടെ നിന്ന് പോയാലും? കാരണം രണ്ടിടത്ത് എൻവയോൺമെൻറ്റ് സെയിം അല്ലേ? അപ്പോൾ ഒന്നുകിൽ ഈ കാർബണിൽ നിന്ന് പോകാം, അല്ലെങ്കിൽ ഈ കാർബണിൽ നിന്ന് പോകാം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് പോകാം, ഇതിൽ നിന്ന് പോകാം. ഈ 4 എണ്ണത്തിൽ നിന്ന് എവിടെ നിന്ന് പോയാലും ഒരേ പ്രോഡക്റ്റ് അല്ലേ കിട്ടുന്നത്? അതെ.
അല്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ ഹൈഡ്രജനെ മാറ്റിയിട്ട് പോകാം, ഇവിടുത്തെ ഹൈഡ്രജനെ മാറ്റിയിട്ട് പോകാം. ഇവിടുത്തെ ഹൈഡ്രജനെ മാറ്റിയിട്ട് പോയാൽ രണ്ടാമത്തെ കാർബണാണ്. ഈ ഹൈഡ്രജനെ മാറ്റിയിട്ട് പോയാലും അതും രണ്ടാമത്തെ കാർബൺ. അപ്പോൾ ആകെ എത്ര പ്രോഡക്റ്റ് കിട്ടും? 2 പ്രോഡക്റ്റ് കിട്ടും. അതായത് ഈ 4 CH3 ഒരുപോലെയാണ്. അവിടെ നിന്ന് എവിടെ നിന്ന് പോയാലും ഒറ്റ പ്രോഡക്റ്റേ കിട്ടും. ഈ 2 ഹൈഡ്രജനും ഒരുപോലെയാണ്. ഇതിൽ നിന്ന് എവിടെ നിന്ന് പോയാലും ഒരു പ്രോഡക്റ്റ്. അപ്പോൾ ടോട്ടൽ എത്ര പ്രോഡക്റ്റ് കിട്ടും? 2 പ്രോഡക്റ്റ് കിട്ടും. അപ്പോൾ 2 പ്രോഡക്റ്റ് കിട്ടാൻ സാധ്യത 2,3-ഡൈമീഥൈൽ ബ്യൂട്ടേനിൽ മാത്രമാണ്. ഓക്കെ, നെക്സ്റ്റ്, കൺസിഡർ ദ ഫോളോയിങ് റിയാക്ഷൻ. ഇൻ ദ എബോ റിയാക്ഷൻ വിച്ച് ഫിനോമിനൻ വിൽ ടേക്ക് പ്ലേസ്? ഇതിൽ ഏത് ഫിനോമിനാണ് നടക്കുന്നതെന്നാണ്. ഇതാ നോക്കിയേ, CH3 CH2 CHOH CH3 ഇതാണ് നമ്മുടെ കോമ്പൗണ്ട്. ആ തന്നിരിക്കുന്ന കോമ്പൗണ്ടിൻ്റെ കോൺഫിഗറേഷൻ നോക്കിയേ. സിയുടെ താഴോട്ട് H, ഇവിടെ OH, ഇവിടെ CH3, ഇവിടെ CH2 CH3 ആണ് തന്നിരിക്കുന്നത്. കിട്ടിയിരിക്കുന്നിടത്ത് C Cl H CH3 CH2 CH3 ആണ്. ഇവിടെ നടന്ന പ്രോസസ്സ് ചെയ്താ OH മാറി ആര് വന്നു? Cl വന്നു. നിങ്ങൾ നോക്കേണ്ടത് കോൺഫിഗറേഷൻ നോക്കിയാൽ മതി. ഇതാ നോക്കിയേ, ഇത് ഫസ്റ്റ് റാങ്ക്, ദിസ് ഈസ് സെക്കൻഡ് റാങ്ക്, ദിസ് ഈസ് തേർഡ് റാങ്ക്. 1 2 3 ഏത് കോൺഫിഗറേഷൻ? യെസ് കോൺഫിഗറേഷൻ. ഇവിടെ അതുപോലെ 1 2 3 ഏത് കോൺഫിഗറേഷൻ? യെസ് കോൺഫിഗറേഷൻ. രണ്ടിടത്തെയും കോൺഫിഗറേഷൻ സെയിം ആണ്. സെയിം ആണെങ്കിൽ അത് ഏതാണ്? റീടെൻഷൻ ആണ്. അപ്പോൾ ഇവിടെ ഇൻവേർഷൻ ആണോ, റീടെൻഷൻ ആണോ, റസമൈസേഷൻ ആണോ, ഐസോമറൈസേഷൻ ആണോ? ഏതാണ്? റീടെൻഷൻ ആണ്. നമുക്ക് ആ OH നിന്ന് അതേ സൈഡിൽ തന്നെ അല്ലേ Cl-നെ കാണിച്ചേക്കുന്നത്. സോ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് റീടെൻഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ്, ആൽക്കൈൽ ഹാലൈഡ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ ഓൾ മെത്തേഡ്സ് എക്സെപ്റ്റ്. നമുക്ക് താഴെ 4 മെത്തേഡ് തന്നിട്ടുണ്ട്. ഇതിൽ ആൽക്കൈൽ ഹാലൈഡ് കിട്ടും ഒരെണ്ണം ഒഴിച്ച് ബാക്കി ഏത് റിയാക്ഷനിലും. ആൽക്കഹോളിനെ ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. സിങ്ക് ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ ലൂക്കാസ് റിയേജൻ്റ് ആണ്. ആൽക്കഹോളിനെ ലൂക്കാസ് റിയേജൻറ്റുമായിട്ട് ഹൈഡ്രജൻ ഹാലൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ OH മാറി ആര് വരും? Cl വരും. ആൽക്കൈൽ ഹാലൈഡ് കിട്ടും. ഈ അടുത്ത വിനൈൽ ആൽക്കഹോളാണ് ഹൈഡ്രജൻ ബ്രോമൈഡുമായിട്ട് റിയാക്ട് ചെയ്യുക. നമുക്ക് എന്ത് കിട്ടും? ഇവിടെയും എന്ത് കിട്ടും? ഹാലജൻ വന്ന് ചേരും, ബ്രോമിൻ വന്ന് ചേരും. ആൽക്കൈൽ ഹാലൈഡ് പ്രിപ്പയർ ചെയ്യാം. നെക്സ്റ്റ്, ആൽക്കഹോളിനെ സോഡിയം ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് എന്ത് കിട്ടത്തില്ല? ആൽക്കൈൽ ഹാലൈഡ് കിട്ടത്തില്ല. സോഡിയം ക്ലോറൈഡും ആൽക്കഹോളും തമ്മിൽ റിയാക്ട് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും എന്ത് കിട്ടത്തില്ല? ആൽക്കൈൽ ഹാലൈഡ് കിട്ടത്തില്ല. നെക്സ്റ്റ്, CH3 CH2 COOAG Br2 gives X plus R plus AgBr. X and R respectively. ഇതാ നോക്കിയേ മക്കളെ, CH3 CH2 COOAG സിൽവർ സോൾട്ട് ഓഫ് ആൻ ആസിഡിനെ ബ്രോമിനുമായിട്ട് റിഫ്ലക്സ് ചെയ്യിപ്പിക്കുകയാണ്. നമ്മൾ പറഞ്ഞു സോൾട്ട് ഓഫ് ആസിഡിനെ ഹാലജനുമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാർബൺ ആറ്റം കുറവുള്ള ആൽക്കൈൽ ഹാലൈഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ആര് പോവും? Br2 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ Agയും Brഉം കൂടെ ചേർന്ന് AgBr പോകും, CO2 പോകും. ഇവിടെ AgBr പോയത് നമുക്ക് കാണിച്ചിട്ടുണ്ട്. AgBr ഉണ്ട്, CO2 പോയി. Br2ൽ 2 ബ്രോമിൻ ഉണ്ടായിരുന്നു. അതിൽ ഒരു ബ്രോമിനെ Agയുടെ കൂടെ പോയുള്ളൂ. ബാക്കി ബ്രോമിൻ ആരുടെ കൂടെ വരും? CH2ൻ്റെ കൂടെ വരും. ആസ് എ റിസൾട്ട് നമുക്ക് കിട്ടും CH3 CH2 Br എന്ന്. അപ്പോൾ എക്സും വൈയും ആരൊക്കെയാ? CH3 CH2 Br പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. CH3 CH2 CH2 Br പ്ലസ് O2, CH3 CH2 Br പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, നെക്സ്റ്റ്, തന്നിരിക്കുന്ന കോമ്പൗണ്ടിനെ ഹൈഡ്രജൻ അയഡൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുക, മേജർ പ്രോഡക്റ്റ് കിട്ടുക. ഇതാ നോക്കി മക്കളെ, നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ട് അയോഡിൻ അല്ല ഇവിടെ വെറുതെ CH3 ഗ്രൂപ്പാണ് തന്നിരിക്കുന്നത്. ബെൻസീൻ അല്ല, സൈക്ലോഹെക്സീനാണ്. സൈക്ലോഹെക്സീൻ എന്ന് പറയുമ്പോൾ ആൽക്കീനാണ്. ആൽക്കീനെ ആരുമായിട്ട് ട്രീറ്റ് ചെയ്തേക്കുക? ഹൈഡ്രജൻ അയഡൈഡുമായിട്ട്. ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റങ്ങൾ ഇത് രണ്ടുമാണ്. ഇതിൻ്റെ ഒരു സൈഡിൽ കാർബൺ, ഇവിടെ ഒരിടത്ത് ഹൈഡ്രജൻ. ഈ കാർബണിൻ്റെ ഒരു സൈഡിൽ കാർബൺ, ഈ സൈഡിലും കാർബൺ.
ദാ ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റങ്ങളിലെ എൻവയോൺമെൻറ്റ് ഇവിടെ 2 കാർബൺ, ഇവിടെ ഒരു കാർബണും ഹൈഡ്രജനും. ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റങ്ങളുടെ ലെഫ്റ്റിലും റൈറ്റിലും ഈക്വൽ ആൾക്കാരാണെങ്കിൽ അതിനെ സിമെട്രിക്കൽ ആൽക്കീൻ എന്ന് വിളിക്കും. എന്നാൽ ഇത് ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനാണ്. അൺസിമെട്രിക്കൽ ആൽക്കീനെ എന്തുമായിട്ട് ട്രീറ്റ് ചെയ്തേക്കുക? ഹൈഡ്രജൻ ഹാലൈഡുമായിട്ട് ട്രീറ്റ് ചെയ്തേക്കുക. അൺസിമെട്രിക്കൽ ആൽക്കീനെ ഹൈഡ്രജൻ ഹാലൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ച 2 റൂളുകളുണ്ട്, മാർക്കോണിക്കോഫ് റൂളും ആൻറ്റി മാർക്കോണിക്കോഫ് റൂളും. ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ പറയണമെങ്കിൽ ഇവിടെ ഒരു പെറോക്സൈഡ് വേണം, പക്ഷേ ഇവിടെ പെറോക്സൈഡ് തന്നിട്ടില്ല. അതുകൊണ്ട് ഏത് റൂളാണ്? മാർക്കോണിക്കോഫ് റൂളാണ്. മാർക്കോണിക്കോഫ് റൂൾ പറയുന്നു ഇവിടെ ഹൈഡ്രജൻ അയോഡൈഡ് വന്ന് ചേരണം. ഹൈഡ്രജൻ അയോഡൈഡ് വന്ന് ചേരുമ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് പാർട്ട് ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റങ്ങളിൽ എവിടെയാണോ ഹൈഡ്രജൻ കുറവുള്ളത്, ഇതാ നോക്കിയേ മക്കളെ, ഇത് ഡബിൾ ബോണ്ടഡ് കാർബൺ, ഇതിനകത്ത് 2 കാർബണേ ഉള്ളൂ, ഹൈഡ്രജൻ ഒന്നുമില്ല. ഇത് ഡബിൾ ബോണ്ടഡ് കാർബൺ, ഇതിലൊരു കാർബണും ഉണ്ട്, ഒരു ഹൈഡ്രജൻ ആറ്റവും ഉണ്ട്. ഹൈഡ്രജൻ ആറ്റം കുറവുള്ളത് എവിടെയാണോ അവിടേക്ക് വേണം നെഗറ്റീവ് പാർട്ട് വരാൻ. ഹൈഡ്രജൻ കൂടുതലുള്ളിടത്തേക്ക് വേണം പോസിറ്റീവ് പാർട്ട് വരാൻ. ഇവിടെ ഒരു ഹൈഡ്രജനും ഇല്ല, ഇവിടെ ഒരു ഹൈഡ്രജനും ഉണ്ട്. അപ്പോൾ ഹൈഡ്രജൻ കുറവുള്ളത് എവിടെയാണ്? ഇവിടെയല്ലേ. അപ്പോൾ അവിടേക്ക് വേണം ആര് വരാൻ? അയോഡിൻ വരാൻ, നെഗറ്റീവ് പാർട്ട് വരാൻ. ഇതാ നോക്കിയേ, ഡബിൾ ബോണ്ട് മാറി അങ്ങ് സിംഗിൾ ബോണ്ട് ആകും. ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ. ഈ കാർബണിൽ ഇങ്ങോട്ടൊരു കാർബൺ ആറ്റം ഉണ്ട്, ഇങ്ങോട്ടൊരു കാർബൺ. ഈ കാർബണിൽ ഒരു ഹൈഡ്രജൻ ആണേ. ഹൈഡ്രജൻ കുറവുള്ളത് ഇവിടെ ആണേ. ഇവിടേക്കാണ് ആര് വരേണ്ടത്? അയോഡിൻ വരേണ്ടത്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഓപ്ഷൻ 2 ആണ്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ഫിംഗൽസ്റ്റെയിൻ റിയാക്ഷൻ? നമ്മൾ പഠിച്ചു ആൽക്കൈൽ ഹാലൈഡിനെ സോഡിയം അയോഡൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ആൽക്കൈൽ അയോഡൈഡ് കിട്ടിയാൽ അത് ഫിംഗൽസ്റ്റെയിൻ റിയാക്ഷനും, ആൽക്കൈൽ ഹാലൈഡിനെ മെറ്റാലിക് ഫ്ലൂറൈഡുമായിട്ട് ട്രീറ്റ് ചെയ്ത് ആൽക്കൈൽ ഫ്ലൂറൈഡ് കിട്ടിയാൽ അത് സ്വാർട്സ് റിയാക്ഷനുമാണ്. വിച്ച് ഈസ് ഫിംഗൽസ്റ്റെയിൻ റിയാക്ഷൻ? ആൽക്കൈൽ ഹാലൈഡ് പ്ലസ് സോഡിയം അയോഡൈഡ്. ആൽക്കൈൽ ഹാലൈഡ് പ്ലസ് സോഡിയം അയോഡൈഡ്, ഇതാണ് ഫിംഗൽസ്റ്റെയിൻ. അങ്ങനെയാണെങ്കിൽ ആൽക്കൈൽ ഹാലൈഡ് പ്ലസ് AgF NaF ഒക്കെ ആണെങ്കിൽ അതെന്താണ്? സ്വാർട്സ് റിയാക്ഷനാണ്. ഈ ഒരു റിയാക്ഷൻ നമ്മൾ എവിടെയാണ് പഠിച്ചിട്ടില്ല. ആൽക്കൈൽ ഫ്ലൂറൈഡിനെ സിൽവർ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടില്ല. എന്തായാലും ഫിംഗൽസ്റ്റെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് റിയാക്ഷനാണ്. ക്വസ്റ്റ്യൻ നോക്കിയേ, C2H5 BrCH3H സോഡിയം അയോഡൈഡുമായിട്ട് റിയാക്ട് ചെയ്യുക, പ്രോഡക്റ്റ് എന്തായിരിക്കും? നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ട് ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിനെ അറ്റാച്ച് ചെയ്ത് 2 കാർബൺ ആറ്റം സെക്കൻഡറി ആണ്. സെക്കൻഡറി ആണെങ്കിൽ നമുക്ക് SN1 നടക്കാം, SN2 നടക്കാം. എന്നിരുന്നാലും നമ്മൾ ഹാലജൻ മാറിയിട്ട് പുതിയ ഹാലജൻ വരിക. ഹാലജൻ വരുമ്പോൾ ചാൻസ് SN2 മെക്കാനിസത്തിനാണ്. കാരണം രണ്ടുപേരും ഒരേ സ്ട്രെങ്ത് ഉള്ള ന്യൂക്ലിയോഫൈലാണ്. അപ്പം ബാക്ക് സൈഡ് അറ്റാക്ക് വരിക. ഒരാളെ കളഞ്ഞിട്ട് നിൽക്കുകയല്ല, ബാക്ക് സൈഡ് അറ്റാക്കാണ് നടക്കേണ്ടത്. ബാക്ക് സൈഡ് അറ്റാക്കാണ് നടക്കുന്നതെങ്കിൽ കോൺഫിഗറേഷൻ എന്ത് ചെയ്യണം? ഇൻവേർട്ട് ചെയ്യണം. ഇതാ നോക്കിയേ, ഈ കോമ്പൗണ്ടിൻ്റെ കോൺഫിഗറേഷൻ നോക്കാം. 1 2 3 1 2 3 എങ്ങോട്ടാണ് പോകുന്നത്? റൈറ്റിലോട്ടാണ് പോകുന്നത്. കോൺഫിഗറേഷൻ എന്താ? 6 ആണ്. ഈ റിയാക്ഷൻ നടക്കുമ്പോൾ കോൺഫിഗറേഷൻ ഇൻവേർട്ട് ചെയ്യണ്ടേ? സോ പ്രോഡക്റ്റിൻ്റെ കോൺഫിഗറേഷൻ എന്തായിട്ട് മാറണം? യെസ് ആയിട്ട് മാറണം. നമ്മുടെ ആൻസർ 2 ആണ്. ഓക്കെ, നെക്സ്റ്റ്, ദ സിന്തസിസ് ഓഫ് ആൽക്കൈൽ ഫ്ലൂറൈഡ് ഈസ് ബെസ്റ്റ് അക്കംപ്ലിഷ്ഡ് ബൈ. ആൽക്കൈൽ ഫ്ലൂറൈഡിൻ്റെ സിന്തസിസിന് ഏറ്റവും നല്ല മെത്തേഡ് ഏതാ? ആൽക്കൈൽ ഫ്ലൂറൈഡിൻ്റെ പ്രിപ്പറേഷൻ ഇപ്പം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഏതാണ്? ആൽക്കൈൽ അയോഡൈഡ് ആണെങ്കിൽ ഫിംഗൽസ്റ്റെയിൻ റിയാക്ഷൻ, ആൽക്കൈൽ ഫ്ലൂറൈഡ് ആണെങ്കിൽ സ്വാർട്സ് റിയാക്ഷൻ. സാൻമേഴ്സ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ അരൈൽ ഹാലൈഡിൻ്റെ പ്രിപ്പറേഷനാണ്. ഫിംഗൽസ്റ്റെയിൻ എന്ന് പറയുമ്പോൾ ആൽക്കൈൽ അയോഡൈഡിൻ്റെ പ്രിപ്പറേഷനാണ്. സ്വാർട്സ് റിയാക്ഷനാണ് ആൽക്കൈൽ ഫ്ലൂറൈഡിൻ്റെ. 2-methyl butane on reacting with the bromine in the presence of sunlight.
2-methyl butane 1 2 3 4 കാർബൺ ആറ്റം, രണ്ടാമത്തെ കാർബണിൽ മീഥൈൽ ഗ്രൂപ്പ്. 2-methyl butane സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? ബ്രോമിനുമായിട്ട്. ലൈറ്റിൻ്റെ പ്രസൻസിൽ നടക്കുന്ന റിയാക്ഷൻ ഫ്രീ റാഡിക്കൽ റിയാക്ഷനാണ് അല്ലേ? ഫ്രീ റാഡിക്കൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ലൈറ്റിൻ്റെ പ്രസൻസിൽ ഫ്രീ റാഡിക്കൽ ഉണ്ടാകണം. ഫ്രീ റാഡിക്കൽ ഉണ്ടാകാൻ ചാൻസ് ഇവിടുത്തെ ഹൈഡ്രജൻ പോയി ഫ്രീ റാഡിക്കൽ ഉണ്ടാവാം. റാഡിക്കൽ കാർബണിനെ അറ്റാച്ച് ചെയ്ത് ഒരു കാർബണേ ഉള്ളൂ, അതുകൊണ്ട് ഇത് പ്രൈമറി ഫ്രീ റാഡിക്കലാണ്. ഈ ഹൈഡ്രജൻ പോയാൽ ഹൈഡ്രജൻ കാർബൺ ബോണ്ട് ബ്രേക്ക് ചെയ്താൽ ഇവിടെ റാഡിക്കൽ ഉണ്ടാകാം. ഈ റാഡിക്കൽ കാർബണിനെ അറ്റാച്ച് ചെയ്ത് 1 2 3 ഉണ്ട്, ഇത് ടെർഷ്യറിയാണ്. ഈ ഹൈഡ്രജൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റാഡിക്കൽ കാർബണിനെ അറ്റാച്ച് ചെയ്ത് 2 കാർബൺ ആറ്റം, ഇത് സെക്കൻഡറിയാണ്. ഇവിടുത്തെ ഹൈഡ്രജൻ പോയാൽ റാഡിക്കൽ കാർബണിനെ അറ്റാച്ച് ചെയ്ത് 1 കാർബൺ ആറ്റം, ഇത് പ്രൈമറിയാണ്. പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എവിടുത്തെ ഹൈഡ്രജൻ പോകും? ഫ്രീ റാഡിക്കലിൻ്റെ സ്റ്റെബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ടെർഷ്യറി ഗ്രേറ്റർ ദാൻ, സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി. അപ്പോൾ എവിടെയാണ് ഫ്രീ റാഡിക്കൽ ബ്രോമിനേഷൻ നടക്കുന്നത്? ബ്രോമിൻ എവിടെയാണ് വരേണ്ടത്? പ്രൈമറിയിലും സെക്കൻഡറിയിലും അല്ല, എവിടെ വരണ്ടേ? ടെർഷ്യറിയിലാണ്. അങ്ങനെയാണെങ്കിൽ പ്രോഡക്റ്റ് CH3, H പോയി Br വന്നു, CH3 CH2 CH3, ഇതല്ലേ നമ്മുടെ പ്രോഡക്റ്റ്. 1 2 3 4 കാർബൺ ആറ്റം, 4 കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ബ്യൂട്ടേനാണ്. ബ്യൂട്ടേനിലെ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ ബ്രോമിൻ വന്നു, അതേ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ മീഥൈൽ ഗ്രൂപ്പ് വന്നു. സോ ദ നെയിം ബിക്കം 2-bromo 2-methyl butane. അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ? 2-bromo 2-methyl butane. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ കോമ്പൗണ്ട് ഒബ്റ്റെയിൻഡ് ബൈ ദ ക്ലോറിനേഷൻ ഓഫ് N-butane വിൽ ബി. ഈ കോമ്പൗണ്ട് കിട്ടിയത് നോർമൽ ബ്യൂട്ടേനെ ക്ലോറിനേഷൻ നടത്തിയപ്പോഴാണ്. നോർമൽ ബ്യൂട്ടേൻ എന്ന് പറയുമ്പോൾ CH3 CH2 CH2 CH3 ആണ്. നോർമൽ ബ്യൂട്ടേനെ ക്ലോറിനേഷൻ നടത്തിയപ്പോൾ കിട്ടിയ സാധനമാണ് CH3 CH2 CHCl CH3 എന്ന് പറഞ്ഞത്. നമുക്ക് ശരിക്കും ഇതിൻ്റെ കോൺഫിഗറേഷൻ അറിയാമോ? കാരണം CHH ഏത് ഹൈഡ്രജനാണ് പോയെന്ന് നമുക്കറിയാൻ പറ്റുമോ? ഇല്ല. താഴത്തെ ഹൈഡ്രജനാണോ? 2 ഹൈഡ്രജനാണ്. ഫ്രണ്ട് ഹൈഡ്രജൻ ആണെങ്കിലും ബാക്ക് ഹൈഡ്രജൻ ആണെങ്കിലും എന്താ, 2ഉം ഹൈഡ്രജനാണ്. എതിലേക്കൂടാ വന്നേന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. ഫ്രണ്ടിൽ കൂടാണോ ബാക്കിൽ കൂടാണോ? ഫ്രണ്ടിൽ കൂടാണെങ്കിൽ കോൺഫിഗറേഷൻ ഇൻവേർഷനാണ്. ഫ്രണ്ടിൽ കൂടെയാണെങ്കിൽ റീടെൻഷനാണ്, ബാക്കിൽ കൂടെയാണെങ്കിൽ ഇൻവേർഷനാണ്. അപ്പോൾ റീടെൻഷനും ഇൻവേർഷനും സാധ്യതയില്ലേ? അവിടെ ഇൻവേർഷനും റീടെൻഷനും നടന്നില്ലേ? അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കാൻ നമുക്ക് റെസമൈസേഷൻ അല്ലെങ്കിൽ റെസമിക് മിക്സ്ചർ എന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്താണ്? റെസമിക് മിക്സ്ചർ ആണ്. ഓക്കെ. നെക്സ്റ്റ്, give the product obtained from the reaction NBS gives cyclohexene ആണ്. സൈക്ലോഹെക്സീൻ ആണ്. NBSുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. HNu ലൈറ്റിൻ്റെ പ്രസൻസിൽ പ്രോഡക്റ്റ് കിട്ടണം. ലൈറ്റിൻ്റെ പ്രസൻസിൽ നടക്കുന്ന റിയാക്ഷൻ ഫ്രീ റാഡിക്കൽ റിയാക്ഷനാണ്. NBS എന്ന് പറയുന്നത് N-bromo സക്സിനമൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ടാണ്. സക്സിനമൈഡ്, N-bromo സക്സിനമൈഡ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ റിയാക്ഷന് വേണ്ടിയുള്ള ബ്രോമിനെ തരുന്നു. അപ്പോൾ ലൈറ്റിൻ്റെ പ്രസൻസിൽ ബ്രോമിൻ വന്ന് ചേരണം. എവിടെ വന്ന് ചേരും? ബ്രോമിൻ Br2വുമായിട്ടാണ് റിയാക്ട് ചെയ്തതെങ്കിൽ ബിസിനൽ ഡൈഹാലൈഡ് കിട്ടിയേനെ. ബ്രോമിനെ തരുന്ന റിയേജൻറ്റുമായിട്ട് UV ലൈറ്റിൻ്റെ പ്രസൻസിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. UV ലൈറ്റിൻ്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ ഫ്രീ റാഡിക്കൽ റിയാക്ഷൻ നടക്കണം. നമ്മുടെ ഡബിൾ ബോണ്ടിന് ഒന്നുമേ സംഭവിക്കത്തില്ല. ഡബിൾ ബോണ്ടിൽ അഡ്ജസൻറ്റ് പൊസിഷനിലിരിക്കുന്ന ഹൈഡ്രജൻ മാറിയിട്ട് ആര് വരും? ബ്രോമിൻ വരും. ലൈറ്റിൻ്റെ പ്രസൻസിൽ ഡബിൾ ബോണ്ടിനൊന്നും സംഭവിക്കത്തില്ല. അവിടെ അഡ്ജസൻറ്റ് പൊസിഷനിലിരിക്കുന്ന ഹൈഡ്രജൻ മാറിയിട്ട് ആര് വരിക? ബ്രോമിൻ വരിക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ ഓപ്ഷൻ 1 ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ? ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ ഏതാ? RXനെ Na ആയിട്ട് ട്രീറ്റ് ചെയ്ത് RI കിട്ടുന്നു. ഹാലജൻ എക്സ്ചേഞ്ച് അല്ലേ? ഒരു ഹാലജനെ മാറ്റി മറ്റൊരു ഹാലജൻ വരികയാണ്. ഇത് ഹാലജൻ എക്സ്ചേഞ്ച് ആണോ? ഹൈഡ്രജൻ ഹാലൈഡ് ആഡ് ചെയ്യുക, അഡീഷനാണ്. OH മാറി X വരുന്നു. ഹാലജൻ എക്സ്ചേഞ്ച് അല്ല.
CH3 മാറി CH3 അടുത്ത് X വരുന്നു, അത് ഹാലോജൻ എക്സ്ചേഞ്ച് അല്ല. ഹാലോജൻ എക്സ്ചേഞ്ച് ആയിട്ടുള്ള റിയാക്ഷൻ ആദ്യത്തേത് മാത്രമാണ്. ഓക്കെ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ കോൺഫിഗറേഷൻ ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾ? താഴെ തന്നിരിക്കുന്ന കോമ്പൗണ്ടിൻ്റെ കോൺഫിഗറേഷൻ എന്താണ്? ഇതാ നോക്കിയേ മക്കളെ. CH3 Cl H HCl CH2 CH3. കാർബണിന് ചുറ്റും 3 ഹൈഡ്രജൻ, കൈറാൽ കാർബൺ അല്ല. അപ്പോൾ ഫസ്റ്റ് കാർബൺ കൈറാൽ അല്ല. ഇത് സെക്കൻഡ് കാർബൺ ആണ്. കാർബണിന് ചുറ്റും 1 2 3 4 ഗ്രൂപ്പ് ഡിഫറൻ്റ് ആണ്, കൈറാലാണ്. നെക്സ്റ്റ് ഈ കാർബൺ ആണ്. ഈ കാർബണിന് ചുറ്റും ഒരു ക്ലോറിനുണ്ട്, ഒരു CH2 CH3 ഉണ്ട്, ഒരു H ഉണ്ട്, ഈ ഗ്രൂപ്പ് ഉണ്ട്. 4 ഗ്രൂപ്പും ഡിഫറൻ്റ് ആണ്, അതും കൈറാലാണ്. ഇവിടെ കാർബണിന് ചുറ്റും 2 ഹൈഡ്രജൻ ആറ്റം, കൈറാലല്ല. അപ്പോൾ ഇതിനെ ഒരു ചെയിനായിട്ട് എടുത്താൽ ഇത് രണ്ടാമത്തെ കാർബൺ, ഇത് മൂന്നാമത്തെ കാർബൺ, ഇത് നാലാമത്തെ കാർബൺ. ഇവിടെ ഏതൊക്കെ കാർബണിലാണ് കൈറാലിറ്റി ഉള്ളത്? സെക്കൻഡും തേർഡുമാണ്. അവിടുത്തെ കോൺഫിഗറേഷൻ പറഞ്ഞാൽ പോരെ. അപ്പോൾ സെക്കൻഡിലും തേർഡിലും എന്താണ്? സെക്കൻഡ് കാർബൺ എടുക്കുമ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ഇവിടെ, ഫസ്റ്റ് റാങ്ക് ഇവിടെ. സെക്കൻഡ് റാങ്ക് CH3 കൊടുക്കുമോ? ഇവിടെ കൊടുക്കുമോ? സിക്കകത്ത് 3 ഹൈഡ്രജൻ, ഇവിടെ സിക്കകത്ത് ഒരു ക്ലോറിനുണ്ട്, ഒരു CH2 ഉണ്ട്, ഒരു H ഉണ്ട്. അപ്പോൾ സെക്കൻഡ് ഇവിടെ കൊടുക്കണം അല്ലേ? ഇതിന് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, തേർഡ് ആർക്കാണ്? നമ്മുടെ CH3ക്കാണ്. അപ്പോൾ 1 2 3 ഏത് ഡയറക്ഷനിലാണ് പോകുന്നത്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഏതാ കോൺഫിഗറേഷൻ? 6 കോൺഫിഗറേഷൻ. പക്ഷേ ഇവിടെ H നിൽക്കുന്നത് ഹൊറിസോണ്ടൽ പൊസിഷനിലായതുകൊണ്ട് അതങ്ങ് റിവേഴ്സ് ചെയ്യണം. 6 എന്തായിട്ട് മാറണം? S ആയിട്ട് എഴുതണം. അപ്പോൾ സെക്കൻഡ് കാർബണിൻ്റെ കോൺഫിഗറേഷൻ 2s ആണ്. നെക്സ്റ്റ് ഈ കാർബൺ നോക്കിക്കോ. ഇവിടെ എല്ലാം കൂടെ നമ്പർ ഇട്ട് കുളവായി അല്ലേ? ഇതിനെ അറ്റാച്ച് ചെയ്ത് ഫസ്റ്റ് ക്ലോറിന് കൊടുക്കുക, സെക്കൻഡ് ഈ ഗ്രൂപ്പിന് കൊടുക്കുക, തേർഡ് ഈ ഗ്രൂപ്പിന് കൊടുക്കുക. 1 2 3 ക്ലോക്ക് വൈസ് ആണ്, 6 ആണ്. പക്ഷേ H ഹൊറിസോണ്ടൽ പൊസിഷനിൽ വന്നതുകൊണ്ട് അതെന്താവും? S ആകും. അപ്പോൾ 2s 3s ആണ് അല്ലേ? 2s 3s ആണ്. ഇവിടെ നോക്കിയേ, 1 2 3 1 2 3 ക്ലോക്കാണ്, 6 ആയിരുന്നു. പക്ഷേ H വന്നതുകൊണ്ട് അത് S ആയി. ഇവിടെ 1 2 3 ഇതും 6 ആയിരുന്നു, ക്ലോക്ക് വൈസ് ആണ്, 6 ആയിരുന്നു. H വന്നതുകൊണ്ട് അത് എന്തായി? S ആയി. അപ്പോൾ കോൺഫിഗറേഷൻ 2s 3s അല്ലേ? 2s 3r 3r 3s 2s 3s. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. നെക്സ്റ്റ് നോക്കിയേ, വാട്ട് ഈസ് ദ കോൺഫിഗറേഷൻ ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾ? CO2H C ഡബിൾ ബോണ്ടോ OH CO2H. അടുത്ത് ഇവിടെ CH3 H OH H CH2 OH. ഫസ്റ്റ് കാർബൺ ഇത് അല്ല, സോറി, ഈ കാർബൺ അല്ലേ സെക്കൻഡ് കാർബൺ ഇതാ. ഇവിടെ COO എന്ന 2 ഓക്സിജനായിട്ട് ഒരു കാർബണിൽ വന്നു, അതുകൊണ്ട് അത് കൈറാലല്ല. ഇത് കൈറാലാണ്. ഇതിലെ പ്രയോറിറ്റി കൂടിയത് ആർക്കാ? ഇവിടെ കാർബണിൽ 3 ഹൈഡ്രജൻ, ഇവിടെ കാർബണിൽ 1 ഹൈഡ്രജനും 1 ഓക്സിജനും, ഇവിടെ കാർബണിൽ 2 ഓക്സിജനും 3 ഓക്സിജൻ മൊത്തം. അതായത് C ഡബിൾ ബോണ്ട് O എന്ന് പറയുമ്പോൾ COO എന്ന, പിന്നെ ഇവിടുത്തെ ഓയും കൂടെ ആകുമ്പോഴത്തേനും 3 ഓക്സിജൻ. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ഈ കാർബൺ 1, സെക്കൻഡ് ഇവിടെ, തേർഡ് ഇതിന്, ഫോർത്ത് ഇതിന് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 1 2 3 എന്ന് വന്നു. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. S ആണ് കോൺഫിഗറേഷൻ. പക്ഷേ 4ാമത്തെ ഗ്രൂപ്പ് ഹൊറിസോണ്ടൽ പൊസിഷനിൽ നിൽക്കുന്നത് കൊണ്ട് അത് തിരിയും. S എന്നുള്ളത് എന്തായിട്ട് മാറും? 6 ആയിട്ട് മാറും. സോ 2ാമത്തെ കാർബണിൻ്റെ കോൺഫിഗറേഷൻ 2r ആണ്. ദെൻ ഈ കാർബൺ നോക്കുക. ഈ കാർബൺ എടുത്തപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി OH ഗ്രൂപ്പിന് 1, സെക്കൻഡ് ഇവിടെ 2, തേർഡ് ഇവിടെ 3. അപ്പോൾ 1 2 3 ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലേ? S അല്ലേ? പക്ഷേ H ഇവിടെ നിൽക്കുന്നത് കൊണ്ട് അത് എന്താവും? 6 ആകും. അപ്പം 2r 3r അല്ലേ? കോൺഫിഗറേഷൻ 2r 3r. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ എന്ത് തന്നെ? 2r 3r ആണ്.
നെക്സ്റ്റ് നോക്കുക, വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫോളോയിങ് മോളിക്യൂൾ. താഴെ തന്നിരിക്കുന്ന മോളിക്യൂളുകളുടെ റിലേഷൻ എന്താണെന്ന്. ആ മോളിക്യൂളുകളെ ഞാൻ ഇങ്ങോട്ടൊന്ന് എഴുതുകയാണ്. CH3 Cl H, HCl CH3, then CH3 Cl H, HCl CH3. നോക്കിയേ, ഇവിടെ ലെഫ്റ്റ് സൈഡിലുണ്ടായിരുന്ന Cl അപ്പുറത്ത് പോയി, ഇവിടെ ലെഫ്റ്റ് സൈഡിലുണ്ടായിരുന്ന ഹൈഡ്രജൻ അപ്പുറത്ത് പോയി. ഇതിൻ്റെ മിറർ ഇമേജ് ആണ് തന്നിരിക്കുന്നത് അല്ലേ? മിറർ ഇമേജ് ആണ്. ഇതിനെ എടുത്ത് ഇതിൻ്റെ മണ്ടയിൽ വെച്ചാൽ ക്ലോറിൻ്റെ മണ്ടയിൽ H ആണ് വരുന്നത്, നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണ്. ഇനി നമുക്കിതൊന്നും നോക്കണ്ട, രണ്ട് കോമ്പൗണ്ടുകളുടെയും കോൺഫിഗറേഷൻ ഒരേപോലെ ചേഞ്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഇതാണ് നമ്മുടെ കാർബൺ എങ്കിൽ 1, 2, 3 ഇതല്ലേ പൊസിഷൻ വരുന്ന, ഇതല്ലേ റാങ്ക് വരുന്നത്. അപ്പോൾ 1, 2, 3 എങ്ങോട്ടാ? ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, എസ് ആണ് വരേണ്ടത്. പക്ഷേ ഹൈഡ്രജൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ഇതെന്തായിട്ട് മാറി? 2R ആയിട്ട് മാറി. ദെൻ ഇവിടെ അതുപോലെ 1, 2, 3 ആണ്, ഇങ്ങനെയാണ് വരേണ്ടത്. അപ്പോൾ എസ് ആണ്, പക്ഷേ ഹൈഡ്രജൻ നിൽക്കുന്നത് കൊണ്ട് അതും എന്ത് തന്നെയായിട്ട് മാറി? R ആയിട്ട് മാറി. അപ്പോൾ 2R 3 ആയിട്ട് വന്നു, 3R ആയിട്ട് വന്നു. ദെൻ ഇവിടെ നോക്കാം, 1, 2, 3 ആണ്. 1, 2, 3 എങ്ങനെയാ? ക്ലോക്ക് വൈസ് ആണ് അല്ലേ? ഇങ്ങനെയല്ലേ പോകുന്നത് ക്ലോക്ക് വൈസ്, അല്ലാതെ ഇങ്ങനെയല്ലല്ലോ പോകുന്നത്. ക്ലോക്ക് വൈസ് ആണ്, 6 ആണ്. പക്ഷേ ഹൈഡ്രജൻ ഇരിക്കുന്നത് കൊണ്ട് അത് എന്തായിട്ട് മാറി? എസ് ആയി. 1, 2, 3 ഇങ്ങനെ പോകുമ്പോൾ 6 ആണ് വരേണ്ടത്. ഹൈഡ്രജൻ ഇരിക്കുന്നത് കൊണ്ട് അതും എന്തായി? എസ് ആയി. 2R 2S ആയി, 3R 3S ആയി. എന്താണ്? കോൺഫിഗറേഷൻ മൊത്തത്തിൽ തിരിഞ്ഞു. രണ്ട് കൈറാൽ കാർബണിൻ്റെയും കോൺഫിഗറേഷൻ തിരിഞ്ഞു. അതുകൊണ്ട് അതെന്താണ്? ഇനാൻഷ്യോമറുകളാണ്. സോ ആൻസർ ഈസ് ഫസ്റ്റ്. നെക്സ്റ്റ് നോക്കുക, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഹാസ് എസ് കോൺഫിഗറേഷൻ. എസ് കോൺഫിഗറേഷനുള്ള കോമ്പൗണ്ട് ആരാണെന്ന് കണ്ടുപിടിക്കുക. നോക്കിയേ, ഫസ്റ്റ് 1, 2, 3 ഇങ്ങനെ 1, 2, 3 വരുമ്പോൾ എസ് ആണ് വരേണ്ടത്. പക്ഷേ ഹൈഡ്രജൻ ഇവിടെ നിൽക്കുന്നു. ഹൈഡ്രജൻ മുകളിലാണെങ്കിൽ പ്രശ്നമില്ല. ഹൈഡ്രജൻ ഇവിടെ ആയതുകൊണ്ട് ഇതിൻ്റെ കോൺഫിഗറേഷൻ എന്തായി? 6 ആയി. നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് എന്താ? എസ് കോൺഫിഗറേഷൻ അല്ലേ? 1, 2, 3 ഇവിടെ നിന്നും ഇങ്ങനെയാണ് പോയേക്കുന്നത്. 6 ആണ് വരേണ്ടത്. പക്ഷേ ഹൈഡ്രജൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് അത് തിരിഞ്ഞു. അത് ഏതാണ്? എസ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇതല്ലേ? ബാക്കിയും കൂടെ ഒന്ന് നോക്കിയേക്കാം. 1, 2, 3 ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ആൻറ്റി ക്ലോക്ക് വൈസാണ്, എസ് ആണ്. പക്ഷേ ഹൈഡ്രജൻ നിൽക്കുന്നത് കൊണ്ട് അത് എന്താവും? 6 ആവും. ഇവിടെ അതുപോലെ 1, 2, 3 ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, 6 ആണ്. 1, 2, 3 എസ് അല്ലേ വേണ്ടുന്നേ? 1, 2, 3 അപ്പം ക്ലോക്ക് വൈസ് ആണ്. ഇതും എന്ത് തന്നെയാണ്? 6 ആണ്. ഹൈഡ്രജൻ മുകളിലാണ്, മാറ്റേണ്ട കാര്യമില്ല. അപ്പോൾ എസ് വരുന്ന ആർക്കും മാത്രമാണ്? സെക്കൻഡ് കോമ്പൗണ്ടിന് മാത്രമാണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഹാസ് ആർ കോൺഫിഗറേഷൻ. ആർ കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ ഇത് ഒന്നാമത്തെ, ഇത് 2, ഇത് 3. 1, 2, 3 എങ്ങനെയാണ് പോയേക്കുന്നത്? 6 അല്ലേ? അപ്പോൾ ഇതാണ് ആർ കോൺഫിഗറേഷൻ. ഇനി ഇത് ശരിയാണെന്ന് നോക്കാം. 1, 2, 3 ഇങ്ങനെയാണ് പോയേക്കുന്നത്. ഇത് എസ് ആണ്. അടുത്ത 1, 2, 3 ഇങ്ങനെ വരുമ്പോൾ 6 ആണ് വരേണ്ടത്. പക്ഷേ എച്ച് ഇവിടെ നിൽക്കുന്നത് കാരണം ഇതും എന്താണ്? എസ് ആണ്. 1, 2, 3 ഇങ്ങനെയാണ്, 6 ആണ്. പക്ഷേ ഇതിങ്ങനെ നിൽക്കുന്നത് കാരണം ഇതും എന്ത് തന്നെയാണ്? എസ് ആണ്. അപ്പോൾ ആർ കോൺഫിഗറേഷൻ വരുന്ന ഒരേ ഒരു കോമ്പൗണ്ട് ഫസ്റ്റ് കോമ്പൗണ്ടാണ്. ഓക്കെ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ് ഹാസ് ദ ഹയസ്റ്റ് പ്രയോറിറ്റി ഓർഡർ യൂസിങ് കോൺ, ഇൻഗോൾഡ് ആൻഡ് പ്രലോഗ് റൂൾ. ഈ തന്നിരിക്കുന്നതിൽ ആർക്കാണ് പ്രയോറിറ്റി കൂടുതൽ? ഞാൻ നോക്കിയേ, സി ഡബിൾ ബോണ്ട് OOH. സി ഡബിൾ ബോണ്ട് OA നമ്മൾ എഴുതുന്നത് OOH എന്നല്ലേ? അടുത്ത സി ഡബിൾ ബോണ്ട് OH COOH എന്നാണ്. ഇവിടെ OH, ഇവിടെ OCH3 കാർബണാണ്. ഇവിടെ കാർബണാണ്. പക്ഷേ കാർബണിനേക്കാൾ അറ്റോമിക് നമ്പർ കൂടുതൽ ഓക്സിജൻ ആയതുകൊണ്ട് ഒന്നുകിൽ ഇതായിരിക്കും അല്ലെങ്കിൽ ഇതായിരിക്കും. ഇവർ രണ്ടുപേരും അല്ല.
ഇനി ഇവരിൽ ആരാണ്? ഇവിടെ OA അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഹൈഡ്രജൻ ആണ്, ഇവിടെ OA അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കാർബൺ ആണ്. ഹൈഡ്രജനേക്കാൾ അറ്റോമിക് നമ്പർ കൂടുതൽ കാർബണിനാണ്. സോ പ്രയോറിറ്റി അനുസരിച്ച് OCH3 ഗ്രൂപ്പാണ് പ്രയോറിറ്റി കൂടിയ ഗ്രൂപ്പ്. ഓക്കെ, അടുത്ത ദ നമ്പർ ഓഫ് കൈറാൽ സെൻറ്റർ പ്രസന്റ് ആർ. ഇവിടെ എത്ര കൈറാൽ സെൻറ്റർ ഉണ്ട്? ET എന്ന് പറഞ്ഞാൽ CH2CH3 ആണ്. ഇവിടെ CH3, ഇവിടെ CH3 ആയിരിക്കത്തില്ല, CH2CH3 ആയിരിക്കും. ഇവിടെ കാർബണിന് ചുറ്റും 2 സെയിം ഗ്രൂപ്പ് വന്നു, കൈറാലല്ല. ഈ കാർബണിന് ചുറ്റും 3 എണ്ണം വന്നു, കൈറാലല്ല. ഈ കാർബണിന് ചുറ്റും സെയിം ഗ്രൂപ്പ് ഒന്നുമേ ഇല്ല, അപ്പോൾ ഇത് കൈറാല. ഈ കാർബണിൽ 2 ഹൈഡ്രജൻ വന്നു, കൈറാലല്ല. ഈ കാർബണിൽ 2 ഹൈഡ്രജൻ വന്നു, കൈറാലല്ല. ഇവിടെ ഹൈഡ്രജൻ വന്നു, കൈറാലല്ല. ഈ കാർബണിൽ 3 ഹൈഡ്രജൻ വന്നു, കൈറാലല്ല. ദാറ്റ് മീൻസ് ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ കൈറാൽ. അപ്പോൾ ഇവിടെ ഒരു കൈറാൽ കാർബണാറ്റം ഉണ്ട്. ഇവിടെ അതുപോലെ തന്നെ CH2CH3 ആണ് ഈഥൈൽ, CH3DT ആണ്. കാർബണിൽ 2 ഹൈഡ്രജൻ വന്നു, കൈറാലല്ല. ഇവിടെ 3 ഹൈഡ്രജൻ വന്നു, കൈറാലല്ല. ഇവിടെ 3 ഹൈഡ്രജൻ വന്നു, കൈറാലല്ല. ഈ ഒരു കാർബണാറ്റം മാത്രമേ ഉള്ളൂ കൈറാലായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 1, ഇവിടെ 1. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 1, 1 എന്നാണ്. അപ്പോൾ ഇത്രയുമാണ് മെയിനായിട്ട് ഈ കോൺഫിഗറേഷനാണ് പഠിച്ചു വെക്കേണ്ടത്. പിന്നെ കുറേ കെമിക്കൽ റിയാക്ഷൻസിൻ്റെയൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അത് ശരിക്കും ആൽക്കഹോൾസും കൂടെ പഠിച്ചിട്ട് കമ്പൈൻ ചെയ്ത് ചെയ്യുന്നതായിരിക്കും വൃത്തി. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഹാലോ കോമ്പൗണ്ട് ഏകദേശം എല്ലാം ഇവിടെ തീർന്നിരിക്കുകയാണ്. അതിൽ ഈ കോൺഫിഗറേഷൻ നല്ലപോലെ പഠിക്കുക. ഇനാൻഷ്യോമർ, ഡയാസ്റ്റീരിയോമർ, മെസോ കോമ്പൗണ്ട്, ഇത് നല്ലപോലെ ഒന്ന് വായിച്ച് വെച്ചേക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ഒരുവിധമൊക്കെ ഇടയ്ക്കൊക്കെ ചെയ്തു പോകുന്നുണ്ടായിരുന്നു. ഇതിൽ ക്വസ്റ്റ്യൻസ് പൊതുവേ കുറവാണ്. 2-3 ചാപ്റ്റർ ഒരുമിച്ച് പഠിച്ചതിന് ശേഷം നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാം. നല്ല പോലെ ക്വസ്റ്റ്യൻ ചെയ്ത് ഓർഗാനിക് തറമാക്കിയേ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്ക് ഇന്നിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ.